മുഴുവൻ സാരഥികൾ നിങ്ങൾക്കൊക്കെ ഫിലിപ്പമ്പാടിൻ്റെ നന്ദിയും സ്നേഹവും അർപ്പിക്കുകയാണ്. ഞാൻ മറ്റുള്ള പേരുകളൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല, കാരണം നമുക്ക് കുറച്ച് സമയം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ശബ്ദം ക്ലിയർ ആവുന്നുണ്ടോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു 3 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റു. ഒരു 2:30-3 മണിയപ്പോൾ അമ്മ എന്നെ വിളിച്ചു രാവിലെ. അപ്പോൾ ഡ്രൈവർ വന്നു, വണ്ടി എടുത്ത് പോകുന്നു. പെരിന്തൽമണ്ണയിൽ പുലാമന്തോൾ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ വണ്ടി ഒരു ഡൽഹി ബേസ്ഡ് വണ്ടിയാണ് ഞാൻ വാങ്ങിയത്. അപ്പം അതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് പൊട്ടിപ്പോയി. അമ്മന ടയോട്ടെ വിളിച്ചു, അവർ വന്നു, വണ്ടി കൊണ്ടുപോയി. അപ്പുറം തന്നെ മറ്റൊരു സുഹൃത്ത് കണ്ട് പരിചയം, പെട്ടെന്ന് അദ്ദേഹത്തിനെ കയറ്റി. നെറ്റ് നോക്കിയപ്പം ട്രെയിനുണ്ട്, ടിക്കറ്റ് അവൈലബിൾ ആണ്. പെട്ടെന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. അവിടുന്ന് വളരെ പെട്ടെന്ന് കോട്ടയത്ത് എത്തി. കോട്ടയത്ത് നിന്ന് ഒരു ബസ് കയറി പാലായിലെത്തി. പാലായിൽ നീരാറ്റുപേട്ടയ്ക്ക് KSRTC ബസ് കയറി. സംഘടനയോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു റൂം വേണം കുളിക്കാൻ, ഡ്രസ്സൊന്ന് മാറാൻ വേണ്ടി മാത്രം, ബാക്കി നിങ്ങളെ പരിപാടിയൊക്കെ കൂടെ ചെയ്തോളൂ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെത്തി എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ കൃത്യസമയത്ത് അവിടെ എത്തും എന്ന് പറഞ്ഞു. കൃത്യസമയത്ത് അവിടെ എത്തി. ദിനാർ ഹോട്ടലിൽ നിന്ന് അവിടുന്ന് നല്ലൊരു പൊറോട്ടയും നല്ല ഒരു ബീഫ് കറിയും കൂട്ടി കഴിച്ചു. വലിയ സന്തോഷമാണ്. ഇവിടെ വന്നപ്പോൾ എനിക്കിവിടെ പ്രിയപ്പെട്ട റഷീദ് മുതൽ അബ്ദുൽ ഖാദർക്കൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എത്രമാത്രം ആർജവത്തോടു കൂടിയിട്ടാണ് അവർ ഈ ടീം റെസ്ക്യൂ ഫോഴ്സിനെ കാണുന്നതും നിങ്ങളുടെയൊക്കെ പ്രവർത്തനത്തെ മുൻപോട്ട് നോക്കി കാണുന്ന ഒരുപാട് കർമ്മധീരതരായ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവൃത്തിയെടുക്കുന്ന 2 അധികാരികളെയാണ് നിങ്ങൾക്ക് കിട്ടിയതും ഏറെ സന്തോഷമുണ്ട്. അതിലുപരി മനോഹരമായ പ്രസംഗമാണ് പ്രിയപ്പെട്ട നമ്മുടെ MLA സെബാസ്റ്റ്യൻ സാർ ഇവിടെ നടത്തിയത്. അപ്പം അതിനുശേഷം നമ്മുടെ സുഹൃ മേഡം, ഞാനിങ്ങനെ അടുത്തിരുന്ന എൻ്റെ കേട് ചോദിച്ചു, സുഹൃ മേഡം ടീച്ചറാണോ ചോദിച്ചു. അല്ല, അംഗനവാടി ടീച്ചറാണ്, 5 വർഷം പ്രവൃത്തി പരിചയമുണ്ട്, ഏറ്റവും നല്ല പേരുള്ള ഒരാളാണെന്ന് പറഞ്ഞപ്പം അവിടെയും സന്തോഷം. മറ്റുള്ള കൗൺസിലേഴ്സൊക്കെ ഉണ്ട്, പക്ഷെ അവർക്കൊക്കെ കുറച്ച് സംസാരിക്കാമെന്ന് എനിക്ക് തോന്നിയത് അല്ലേ. അപ്പം എന്നിരുന്നാലും ഈ ഉള്ളവന് വേണ്ടി മൈക്ക് നിങ്ങൾ അനുവദിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. എൻ്റെ പേര് നിങ്ങൾക്കറിയാം, ഫിലിപ്പമ്പാട് എന്നാണ്. ജന്മം കോട്ടയം ജില്ലയാണ്, കർമ്മമാണ് മലപ്പുറം ജില്ല. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 26 വർഷവും 4 ദിവസവും എക്സ്പീരിയൻസും എക്സ്പെരിമെൻറ്റുമുള്ള ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിൽ നിന്ന് കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് VRS വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്ത് പുറത്തു വന്നു. 85,000 രൂപ ശമ്പളം വാങ്ങുന്ന പദവി 7 വർഷവും 2 മാസവും നിലനിൽക്കുകയാണ്. ഇനി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന മനസ്സും ശരീരമൊക്കെ തോന്നിയപ്പോൾ സമൂഹത്തിൻ്റെ ഇടങ്ങളിലേക്ക് ഇറങ്ങി വന്നു. ഏകദേശം 19 രാജ്യങ്ങളും 3050 വേദികളും യാത്ര ചെയ്തു. ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ജന്മം കോട്ടയാണെങ്കിലും മലപ്പുറത്താ കർമ്മെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അഭിമാനിക്കുന്നുണ്ട് അക്കാര്യത്തിൽ. ഇന്ന് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെമിനാറുകളും കൺവെൻഷൻ കോൺക്ലേവുകളെല്ലാം നടത്തുന്നുണ്ട്. ഇവിടെ ഇന്ന് ഞാനൊരു ബോധവൽക്കരണമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ആരും മദ്യപിക്കുന്നവരും ലഹരി ഉപയോഗിക്കുന്ന ആരും ഇവിടെ ഇരിക്കുന്നൊന്നുമില്ല. ഒരുപക്ഷെ ഫിലിപ്പമ്പാട് സംസാരിക്കേണ്ടത് ഇവിടെയല്ല, ഈരാറ്റുപേട്ട ഏതെങ്കിലും വല്ല ഒഴിഞ്ഞ കെട്ടിടത്തിലോ ബീവറേജിന്റെ വരിയിലോ ഏതെങ്കിലും വല്ല മുറിക്കാത്ത കച്ചാറൊക്കെ തൊട്ട് ആക്കിയിരിക്കുന്നിടത്ത് പോയിട്ടാണ് ഞാൻ ഈ ക്ലാസ് സംസാരിക്കേണ്ടത്. ഇവിടെ ബോധ്യമുള്ള കുറേ നല്ല മനുഷ്യരും മനുഷ്യത്വവും സഹാനുഭൂതിയും കാരുണ്യം എല്ലാം കുറേ ഉള്ള മനുഷ്യർ, ടീം റെസ്ക്യൂവിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെയും അതുപോലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്ന ഏറ്റവും മനോഹരമായ വിശിഷ്ട വ്യക്തികളും എല്ലാം അടങ്ങുന്ന, മനസ്സിലാകുന്നില്ല, അപ്പൊ ഞാൻ ബാലൻസ് ചെയ്യാം. ഇപ്പൊ കേൾക്കാവോ? അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കേട്ടൂടെ? കേൾക്കാവോ? അതേപോലെ ഇവിടെ ഇരിക്കുന്ന കുറെ കുഞ്ഞുമക്കള് 10ാം ക്ലാസ്സിലും പ്ലസ് 2 പരീക്ഷയിലൊക്കെ നന്നായിട്ട് നിങ്ങൾ മികവ് തെളിയിച്ചതിന് നിങ്ങൾക്കൊരു മെമൻറ്റോ ഇവിടെ ടീം റെസ്ക്യൂ ടീം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു മെമൻറ്റോയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ചില മെമ്മറികളെ സമ്മാനിക്കപ്പെടുന്ന ഒരു സുന്ദര നിമിഷമാണ്. ദ പ്രസന്റ് മൊമെന്റ് ഓഫ് ഇന്നബിറ്റബിൾ നിമിഷം അനിവാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഏറ്റുവാങ്ങാൻ വന്ന നിങ്ങൾക്കിടയിൽ ലഹരി എന്ന് പറയുന്ന ഒരു വിഷയത്തെ സംസാരിക്കേണ്ട പ്രാധാന്യം എന്താണ്? ഇവിടെയാണ് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്. എനിക്ക് ഈ ക്ലാസ്സിനകത്ത് എനിക്ക് എന്താ കിട്ടാൻ പോണ എന്താണ്? നാളെ ഞാൻ ബന്ധപ്പെടുന്ന പൊതുസമൂഹം, അല്ലെങ്കിൽ ഞാൻ ബന്ധപ്പെടുന്ന സമൂഹ മാധ്യമങ്ങൾ, ഞാൻ ബന്ധപ്പെടുന്ന വാട്സപ്പ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിനകത്ത്, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്കിടയിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ ഇടയിൽ ലഹരിയെക്കുറിച്ച് എനിക്ക് എന്ത് സംസാരിക്കാൻ പറ്റും? നിങ്ങളെല്ലാം ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID തന്നാൽ നിങ്ങൾക്ക് നല്ല പവർ പോയിന്റ് ഞാൻ തരാം. ഞാൻ
ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിയാണ്. നാഷണൽ ഡ്രഗ് ആൻഡ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയി ഏകദേശം 5 വർഷമായി നാഷണൽ ഡ്രഗ് ആൻഡ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഏറെയാണ് നമ്മളെല്ലാം അറിവും പരിജ്ഞാനമുള്ള ഒരുപാട് ആളുകളുടെ ക്ലാസ്സുകൾ ഈ അടുത്തിടയ്ക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും എനിക്ക് പ്രധാനം തോന്നിയത് ഡോക്ടർ ദീപക് ചോപ്ര ഫ്രം USA. അദ്ദേഹം ഡൽഹിയിൽ അശോക് ഹാളിൽ നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. അദ്ദേഹമാണ് പറഞ്ഞത് ഓരോ സ്റ്റേറ്റിനെയും അദ്ദേഹം പാർട്ടാക്കിയിട്ട് അദ്ദേഹത്തിന്റെ അനലൈസ്, അദ്ദേഹത്തിന്റെ പാഠ്യ വിഷയമാണ്. അദ്ദേഹം കേരളത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കേരളം, ഗോഡ്സ് ഓൺ കൺട്രി കേരളം ഈ അടുത്തിടയ്ക്ക് ഏറ്റവും കൂടുതൽ മാനസിക, ശാരീരിക, ഗാർഹിക വിഷമത അനുഭവിക്കുന്ന ഒരു കുഞ്ഞു സ്റ്റേറ്റാണ് സാക്ഷര കേരളം എന്ന് വിശേഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ നാടായ കേരളം. ശരിക്കും ഏറ്റവും സ്നേഹസമ്പന്നർ, ഏറ്റവും ടീം സ്പിരിറ്റ് ഉള്ളവര്, സാമൂഹ്യ സാംസ്കാരിക മേഖലകൾ കഴിവ് തെളിയിച്ചവർ, വിദ്യാഭ്യാസ മേഖല പുരോഗതി കൈവരിച്ചവര്, എല്ലാ അർത്ഥത്തിലും ഒരു ദൈവത്തിന്റെ നാട് ഇന്ന് ശരാശരി പഞ്ചാബിനോടും ഹരിയാനയോടും സമം പിടിക്കുന്ന സൈക്കോട്രോപി സബ്സ്റ്റൻസിന് വിവരമുള്ള യങ്സ്റ്റേഴ്സുകൾ, യുവതലമുറകൾ അടിമപ്പെട്ടു പോകുന്നു എന്ന സങ്കടകരമായ കാഴ്ചയാണ് 2 മണിക്കൂറും 26 മിനിറ്റുമുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതിൽ പറയുന്ന കാര്യമുണ്ട്. ഈരാറ്റുപേട്ടയോടൊന്ന് എനിക്ക് സംസാരിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം ലഹരിയെ കുറിച്ച്, എല്ലാവർക്കും അറിയാം ലഹരി എന്താണ്. ഈ ലഹരി എന്താ ചോദിക്കുമ്പോൾ ഇത്രയും ഇരിക്കുന്ന ആളോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോണ്ട് നമുക്ക് ബോധം വർത്താനം പറിച്ചിട്ട് കണ്ടാൽ മതി. എത്ര പേര് ചായ കുടിക്കാത്തവരുണ്ട് ഇതിനകത്ത്? ചായയും കാപ്പിയും കുടിക്കാത്ത എത്ര പേരുണ്ട്? കൈവക്കും. ആരെങ്കിലും ഉണ്ടോ? 1 2 3 4 5 and 6. ഓക്കെ, 6 പേര് ചായയും കാപ്പിയും കുടിക്കാത്തവരുണ്ട്. എന്നാ കേട്ടോളൂ. അദ്ദേഹത്തിന്റെ റിസർച്ച് അനലൈസ്, അദ്ദേഹത്തിന്റെ റിസർച്ചാണ്. അദ്ദേഹം പറയുന്നു, ഒരു ചായയും കാഫിയും നമുക്കുണ്ടാക്കുന്ന ബ്രെയിൻ ഉണ്ടാക്കുന്ന സ്റ്റിമുലേഷൻ, ഉത്തേജനം 10%. നമ്മുടെ തലച്ചോറിനകത്ത്, നമ്മുടെ ബ്രെയിനിനകത്തേക്ക് കൊടുക്കുന്ന സ്റ്റിമുലേഷൻ 10%. ചായ. ഇത് ഉപയോഗിക്കാത്ത ഹാളിലിരിക്കുന്ന 6 പേരേ ഉള്ളൂ. എന്നാൽ സിഗരറ്റ് ഒരു മനുഷ്യന്റെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന സ്വാധീനം 200 ആണ്, 200%. ആ ശതമാനത്തെ കണക്ക് നോക്കണം. ഇനി അടുത്ത ഘട്ടമാണ് മദ്യം. 800 മുതൽ 1500 വരെ, 800 to 1500 ദ ലെവൽ ഓഫ് ദ അഡിക്ഷൻ, അല്ലെ, ബ്രെയിൻ അഡിക്ഷനിലേക്ക് എത്തിക്കുന്നു. ഇനി അടുത്ത് പറയുന്നത് എന്താ? ഹാൻസ്, കൂൾ, പാൻബ്രാഗ്, സ്റ്റാം ആൻഡ് കഞ്ചാവ്. 2000 to 3000, 2000 മുതൽ 3000 വരെ നമ്മുടെ ബ്രെയിനിനെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ഹാൻസും ഈ കൂളും ഈ പറയുന്ന സ്റ്റാമ്പ്, സ്റ്റിക്കർ പോലുള്ള സൈക്കോട്രോപി സബ്സ്റ്റൻസ്, കഞ്ചാവ് അടങ്ങുന്നത് ബ്രെയിനിനെ സ്വാധീനിക്കുന്നു. 2000 to 3000. ചായ എത്രയാ പറഞ്ഞേ? 10%. ഇനി അടുത്ത ഘട്ടോളം MDMA പോലുള്ള 18-ൽ പരം സൈക്കോട്രോപി സബ്സ്റ്റൻസ്, കില്ലർ കാറ്റഗറിയുള്ള പെത്തഡിൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, നെട്രോസിൻ 2 mg പോലുള്ള അതിതീവ്രമായ, ഒരു തവണ ഉപയോഗിച്ച് രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം ആവശ്യപ്പെടുന്ന സൈക്കോട്രോപി സബ്സ്റ്റൻസുകൾ മനുഷ്യ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന സ്വാധീനം, അതുണ്ടാക്കുന്ന സ്റ്റിമുലേഷൻ 3000 to 6000 ആണ്. 3000 മുതൽ 6000 വരെയാണ്. അതുകൊണ്ട് ചികിത്സ അത്ര പ്രായോഗികമല്ല. 100 പേരെ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിച്ചാൽ അതിൽ 5 പേർ ഭാഗ്യവും ചിലപ്പോൾ ചില മിറാക്കിൾസ് ഒക്കെ നടന്നാൽ ജീവിതത്തിലേക്ക് തിരികെ വരും. മനസ്സിലാക്കേണ്ടത് എന്താ? അതുകൊണ്ട് തന്നെയാണ് നാഷണൽ ഡ്രഗ് ആൻഡ് സൊസൈറ്റിയും വേൾഡ് ഡ്രഗ് ആൻഡ് സൊസൈറ്റിയും പറയുന്നു, 18-ൽ പരം സൈക്കോട്രോപി സബ്സ്റ്റൻസുകൾ കില്ലർ ഡ്രസ് കാറ്റഗറിയാണ്. വാട്ട് ഈസ് മീനിങ് ഓഫ് കില്ലർ ഡ്രസ് കാറ്റഗറി? തമാശയ്ക്ക് പോലും യുവാക്കളെ, ചെറുപ്പക്കാരെ, നിങ്ങൾ ഇത് ഉപയോഗിക്കരുത്. തമാശയ്ക്ക് പോലും നിങ്ങൾ ഇത് പരീക്ഷണം നടത്തരുത്. കാരണം ആദ്യ ഡോസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിലേക്ക് വീണ് കഴിയും. നിങ്ങൾക്ക് നിവർന്നു നിൽക്കാൻ സാധിക്കില്ല. അത്രമേൽ അഡിക്ഷൻ ഉണ്ട്. 3000 to 6000. ഈ ഒരു അറിവ് നമ്മൾ പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഭാര്യ പറയും നിങ്ങൾ കൂടെ കിടക്കണം, പോ മനുഷ്യ എന്ന് പറയുന്നു, ഉമ്മ വെക്കാൻ വന്നേക്കുന്നു, നിങ്ങൾ വലി നിർത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കള്ളം പറയുന്നു. അല്ലെ, സങ്കടമൊക്കെ പറഞ്ഞ ഭർത്താവ് വലി നിർത്തുവോ? ചായ കുടിക്കാതെ ഇരിക്കാൻ നമുക്ക് പറ്റണില്ല. ചായയും കാപ്പി 10% ഉള്ളൂ. 200% സിഗരറ്റ്. പിന്നെ എങ്ങനെ ഭർത്താവ് നിർത്തണേ?
മാക്സിമം പോയാൽ നോമ്പൊക്കെ വരുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ നോമ്പ് സമയത്ത്. മദ്യം 800 മുതൽ 1500 വരെ എങ്ങനെ നിർത്തുന്നത്? വല്ല വേളാങ്കണിക്ക് മാലയിട്ടാ നിർത്തും കുറച്ച് നാള്, ശബരിമലയ്ക്ക് മാലയിട്ടാ നിർത്തും ഒരു 41 ഡേയ്സ്. മാലൂരി തിരിച്ചു വന്നാൽ ഇതിന് പാമ്പാ ഇങ്ങനെ വരും. എന്തെന്ന് കാര്യം എന്താ? ബ്രെയിൻ അത്രമേൽ സ്വാധീനിക്കുന്നുണ്ട്. ഒരു 16 വയസ്സുകാരെ മകൻ ഏതെങ്കിലും സൈക്കോട്രോപി സബ്സ്റ്റൻസ്, കഞ്ചാവിനോ ഈ ഹാൻസിനോ അടിമപ്പെട്ട, നീ എന്നെ കണ്ണീര് കുടിപ്പിക്കലാണ്, നിന്റെ അപ്പനും ഞാനും നിന്റെ അപ്പനുമായിട്ട് വഴക്ക് നിന്റെ കാരണമാ, നിന്റെ കൂട്ടുകെട്ട്, നിന്റെ ഒടുക്കത്തെ ലഹരി ഉപയോഗം, നീ നാണം കെടുത്തി എന്റെ കുഞ്ഞെ നിർത്തടാ, നിന്റെ ഭാവി പോകും, നിന്റെ കണ്ണ് പോകും, നിനക്ക് ശ്വാസം മുട്ടുണ്ടാവും, നീ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ കേൾക്കുവോ? ഒരു 14 വയസ്സുകാരന്റെ മസ്തിഷ്കത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്വാധീനം ഒരു കഞ്ചാവ് വയ്ക്കുന്നുണ്ടെങ്കിൽ, ഒരു ഹാൻസും കൂളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ചുരുട്ടി ചുണ്ടിനടിയിൽ വെക്കുന്നുണ്ടെങ്കിൽ നോക്കണം, 2000 to 3000 അഡിക്ഷൻ ലെവല് ബ്രെയിനെ സ്വാധീനിക്കുന്നത്. എങ്ങനെ അവനതിൽ നമുക്ക് മാറ്റാൻ പറ്റും? നിങ്ങളുടെ ശകാരം കൊണ്ടും, നിങ്ങളുടെ കുഞ്ഞു ശിക്ഷണം കൊണ്ടും, നിങ്ങളെ പുറത്താക്കൽ കൊണ്ടും, ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടും, നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടും യുവതലമുറ തിരിച്ചു പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. സമാനമായ നല്ല സൈക്കാട്രിക് ഇന്റർവെൻഷൻ, നല്ല കേൾവിക്കാരൻ, 2 കരങ്ങൾ തന്നിട്ട് നന്നായിട്ട് ചേർത്ത് പിടിക്കുക. അങ്ങനെ സാമൂഹ്യ സാംസ്കാരിക ഗാർഹിക അവസ്ഥകൾ മുഴുവൻ ഒരു ഫ്രെയിമിൽ വന്നാൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന ദുരന്തത്തിൽ പോയവനെ നമുക്ക് ഇങ്ങനെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും, കൂടെ നിർത്താൻ പറ്റും. അല്ലെങ്കിൽ ആ കൂട്ടിലേക്ക് തന്നെ അവർ ഒഴുകിക്കൊണ്ടിരിക്കും. 12 മണി രാത്രിയായി, മകൻ ഇറങ്ങി ഓടി. എങ്ങോട്ടാ നീ പോടാടാ? അമ്മ പോരാ. ഈ കുഞ്ഞെങ്ങോട്ടാ പോയത് രാത്രി 11 മണിക്ക്? ഇനി അമ്മ വിളിയാണ്, മോനെ നീ എവിടെയാ? ആ +1 കാരൻ പറയാം, ഒന്നും മിണ്ടാടിക്കുന്നുണ്ട് അമ്മ, ഇവിടുന്ന് കരവര എന്ന് വെറുപ്പിക്കാൻ നടക്കണേ. വീട്ടിൽ വന്ന് കയറി തുടങ്ങും, സോയില്ല. എന്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ, ഞാൻ ഗാനമേള കേട്ടോണ്ടിരിക്ക. ഇപ്പൊ വരും അമ്മ, ഒന്ന് കിടക്കവിടെ. അമ്മ കിടക്കുവോ? ഈ ഉമ്മ ഉറങ്ങുവോ? ഇപ്പൊ 85% യങ്സ്റ്റേഴ്സ്, കൗമാരക്കാർ അറിയാതെയാണ് ഈ പറയുന്ന വീര്യം കൂടിയ സിന്തറ്റിക് സൈക്കോട്രോപി സബ്സ്റ്റൻസിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഡോക്ടർ ദീപക് ചോപ്രയുടെ പ്രഭാഷണം തുടരുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിന്റെ അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിന്റെ രീതി. കേരളത്തിൽ ശരാശരി 10 പേരെ നിങ്ങൾക്ക് തിരഞ്ഞെടുത്താൽ അതിൽ ഒരുവനാണ് എന്ന് മുറുക്കുന്നവൻ. 10 വർഷങ്ങൾക്ക് മുമ്പ് 10 പേരിൽ 4 പേർ മുറുക്കുമായിരുന്നു. കേരളത്തിൽ കഴിഞ്ഞ 20 വർഷം മുമ്പ് നോക്കുക, 10-ൽ 6 പേർ മുറുക്കുമായിരുന്നു. 30 വർഷം മുമ്പ് കേരളത്തിലെടുത്താൽ 10-ൽ 9 പേര് മുറുക്കുമായിരുന്നു. ഒരു 30 വർഷം ഒരു വീട്ടിൽ കല്യാണ വീടുണ്ടെങ്കിൽ ആ കല്യാണ വീട് നിങ്ങൾ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. ഒരു ബേശം ഉണ്ടാകും, ഒരു പിഞ്ഞാണം ഉണ്ടാവും, ഒരു വിരിപ്പുണ്ടാവും, പിഞ്ഞാണം ഉണ്ടാവും, സിഗരറ്റ് ഉണ്ടാവും, വെറ്റിലുണ്ടാവും. മുറുക്കാത്ത ആളുകളെല്ലാം മുറുക്കും. ഇന്നൊന്നുമില്ല. ഇന്ന് 10-ൽ ഒരാൾ, 10 = 1 അല്ലെ? 10-ൽ 1 മുറുക്കാൻ. അടുത്ത് പറയുന്നത് 10:2, 10-ൽ 2 പേരെ പുകവലിക്കുന്നുള്ളൂ. 10:3, 10-ൽ 3 പേരെ മദ്യവെക്കുന്നുള്ളൂ. 10:4, 10-ൽ 4 പേർ ഹാൻഡ് സ്കൂൾ കഞ്ചാവ് ഉപയോഗിക്കുന്നു. എക്സ്പെഷ്യലി യങ്സ്റ്റേഴ്സ്, ചെറുപ്പക്കാർ. പിന്നെ പറയുന്നുണ്ട് 10:5, ഏറ്റവും വീര്യം കൂടിയ MDMA 10-ൽ 5 പേർ ഉപയോഗിക്കുന്നു. ഈരാറ്റുപേട്ടയിലാണോ? അല്ല. കോട്ടയത്താണോ? അല്ല. മലപ്പുറത്താണോ? അല്ല. മെട്രോപൊളിറ്റൻ സിറ്റികളായ ബാംഗ്ലൂർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒറീസ പോലുള്ള Y2K പോലുള്ള നൈറ്റ് DJ പാർട്ടികൾ, നിശാ ക്ലബ്ബുകൾ, സ്പാ സെന്ററുകൾ നടക്കുന്ന ഏരിയകളിൽ 10 ചെറുപ്പക്കാരെ മാറ്റി നിർത്തിയാൽ അവരെ 10 പേരെ സിരകളിൽ, 5 പേരുടെ സിരകളിൽ ഈ പറയുന്ന 3,4 മെത്തലിൻ ഡയോക്സി മത്താംഫിറ്റം എന്നറിയപ്പെടുന്ന മാരകമായ സിന്തറ്റിക് ഡ്രഗിന്റെ കണ്ടന്റ് ഉണ്ട്. എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും? ബാംഗ്ലൂർ നഗരത്തെ കുറിച്ചൊക്കെ അറിയോ? ആ നഗരം മൊത്തം മാറിപ്പോയി. പോലീസ് സ്റ്റേഷനിലൊക്കെ വെറുതെ പോരുന്ന കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കിറങ്ങിപ്പോവും, കഞ്ചാവിന് മണമൊക്കെ കിട്ടിയിട്ട്. MDMA 17 ഡിഗ്രി ശൈത്യത്തിന് മുകളിൽ ഉരുകിപ്പോവും, മെൽട്ടായിപ്പോവും. അത്ര ശൈത്യം കൊടുക്കണം. സെമി ഫ്രീസറുകളൊക്കെ സംഘടിപ്പിക്കുക. പോലീസ് സ്റ്റേഷനുകൾക്ക് ഇപ്പൊ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ്. ഭാരിച്ച തുക സർക്കാരിന് ചെലവ് വരുന്നു. 2 കപ്പലുകൾ, NMS കപ്പലും സിംഗപ്പൂർ ബേസ് 2 കപ്പലും കൊച്ചി തുറമുഖത്തും അങ്ങ് തലശ്ശേരിയിലും മുങ്ങിയ ഒരു കപ്പലും തീ കത്തിയ മറ്റൊരു കപ്പലും. മുങ്ങിയ കപ്പൽ ഒഴുകി പൊന്നാനി തീരമണഞ്ഞു. അങ്ങനെ കേന്ദ്ര ഏജൻസികളും ഈ പറയുന്ന വേൾഡിലെ ഏറ്റവും
പ്രധാനപ്പെട്ട വയോലോറ ഏജൻസികൾ അന്വേഷിക്കുന്നു. കപ്പൽ ജീവനക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്നു. യുദ്ധത്തിനിടയിൽ നമ്മളതെല്ലാം മറന്നുപോയിരിക്കുക. അപ്പം അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് യുദ്ധത്തിന്റെ വാർത്തകളപ്പം. പക്ഷേ അതിൽ വലിയൊരു യുദ്ധം ഇവിടെ നടന്നിട്ടുണ്ട്. 2 കപ്പലുകൾ എങ്ങനെ സമാനമായി അടുത്തിടയ്ക്ക് മുങ്ങി കത്തി. ഒരിക്കലും തകരാത്ത അത്രയും മാത്രം ശേഷിയുള്ള 1475 കണ്ടെയ്നറുകൾ അടങ്ങിയിരിക്കുന്ന ഈ പറയുന്ന അംബാനി ഗ്രൂപ്പ് റിലേറ്റഡ് ബന്ധപ്പെട്ടുള്ള സിംഗപ്പൂർ കപ്പൽ എങ്ങനെ മുങ്ങി, എങ്ങനെ ഒരു കപ്പൽ അഗ്നിക്കിരയായി. 2019 25,000 കോടി വില വരുന്ന കൊക്കൈൻ പിടിക്കപ്പെട്ടു. ജനീവയിലും അതുപോലെ സൗത്ത് ആഫ്രിക്കയിലും കെനിയയിലും ഈ അൾജീരിയ ബേസ്ഡ് ആയിട്ടുള്ള വേൾഡിലെ ഏറ്റവും വലിയ ലഹരി ഉത്പാദകരും കടത്ത് സംഘങ്ങളുമായ അൽബേരിയൻ മെഡിറ്ററേനിയൻ കടൽ തീരങ്ങളിലൂടെ ലഹരി ആഗോളത്തിലേക്ക് കടത്തപ്പെടുന്ന ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസി. ഈ ഏജൻസിയും ഈ പറയുന്ന MS കപ്പൽ സംവിധാനമായിട്ടുള്ളാകുന്ന ഏറ്റവും വലിയ ഒരു വിഷയം നടന്നത് 2019 അന്നാണ് ഏറ്റവും കൂടുതൽ ഇത് പിടിക്കപ്പെടുന്നത്. നോക്കണം, 1975 തിരുവനന്തപുരം ജില്ലയിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പോലീസ് പിടിച്ചു. എത്രയെന്നറിയോ? ദ ഡിറ്റക്ഷൻ ക്വാണ്ടിറ്റി ഫ്രം 60 ഗ്രാം, 60 ഗ്രാം കഞ്ചാവ്. 60 ഗ്രാം കഞ്ചാവ് പിടിച്ചു. സ്റ്റേറ്റ് ന്യൂസ് ആയിരുന്നു. മനോരമ പത്രത്തിനകത്ത് വലിയ വാർത്തയായിരുന്നു. ആ വാർത്ത ഈരാറ്റുപേട്ടക്കാരും വായിച്ചിട്ടുണ്ട്. 1974 ഞാനത് ജനിച്ചിട്ടില്ല. നോക്കണം, 1974-75 സ്റ്റേറ്റ് ന്യൂസ് ആയിരുന്നു 60 ഗ്രാം കഞ്ചാവ് പിടിച്ചത്. എന്നാൽ 1980 തൃശ്ശൂരിൽ പിടിച്ചത് വെറും 1.5 കിലോ കഞ്ചാവ്, സ്റ്റേറ്റ് ന്യൂസ്. 2000 മലപ്പുറത്ത് KSRTC അതിനെ സ്റ്റാൻഡിൽ വെച്ച് പിടിച്ചത് 3 കിലോ കഞ്ചാവ്, സ്റ്റേറ്റ് ന്യൂസ്. 2015 13 കിലോഗ്രാം പിടിച്ചത് സ്റ്റേറ്റ് ന്യൂസ് ആയിരുന്നു. കോട്ടയം നാഗമ്പട റെയിൽവേ സ്റ്റേഷൻ, സ്റ്റേറ്റ് ന്യൂസ് ആയിരുന്നു. 2024 ഒക്ടോബർ 31 ഞാൻ ജോലി ചെയ്യുന്ന പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷന്റെ മാനത്തുമംഗലം എന്ന് പറയുന്ന ഒരു ബൈപ്പാസിൽ 2 യുവാക്കളുടെ കയ്യിൽ നിന്ന് ഒരു കറുത്ത സ്വിഫ്റ്റിൽ നിന്ന് പോലീസ് പിടികൂടിയത്, ജില്ലാ പോലീസിന്റെ ടീമംഗം പിടികൂടിയത് 196 കിലോ കഞ്ചാവ്. വാർത്ത പിറ്റേന്ന് വന്നില്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ടായിരുന്നു വാർത്ത. കാര്യം ഇതൊന്നും വാർത്തയല്ല. ഇന്ന് ഒരുപക്ഷെ ഈരാറ്റുപേട്ടയുടെ ദേശത്ത് ലഹരി പദാർത്ഥങ്ങൾ 10 കിലോ കഞ്ചാവ് പിടികൂടിയ വാർത്തയല്ല. 10 കിലോ കഞ്ചാവ് അതൊന്നും വാർത്തയേ അല്ല. വെറും 60 ഗ്രാം, ഇങ്ങനത്തെ ഒരു 10 പേനുണ്ടെ 60 ഗ്രാം ഉണ്ടാവും. 60 ഗ്രാം കഞ്ചാവ് പിടികൂടിയത് സ്റ്റേറ്റ് ന്യൂസ് ആയിരുന്നു 1974. അന്നത്തെ ആളുകളൊക്കെ ചോദിച്ച പഴയ 70-80 വയസ്സ് ആളുകൾ, ഞാൻ കാസർഗോഡ് പടന്നക്കാവ് മഹലിൽ ക്ലാസ് എടുത്തോ, ചോദിച്ചു എന്താ ലഹരിയും ചോദിച്ചു. അപ്പൊ പറഞ്ഞു മൂക്കുപ്പൊടി, മുറുക്കാന്, ബീഡി, കള്ള്, ഇതൊക്കെയാ പഴയ ആൾക്കാർ പറഞ്ഞത്. ചെറുപ്പക്കാരെ കുട്ടിയോട് ചോദിച്ചു എന്താ മക്കളെ ലഹരി എന്ന്. അവർ പറഞ്ഞു MDMA, പെത്തഡിൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ എന്നൊക്കെയാ പറയുന്നത്. അല്ലേ? ആകെ മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നവരൊന്നുമല്ല, നമ്മൾ വിചാരിക്കുന്നവരല്ല, ആകെ മാറിപ്പോയിട്ടുണ്ട്. യുവാക്കൾ വളരെ പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള വ്യഗ്രതയിൽ അവരെല്ലാം ഈയാമ്പാറ്റകളെ പോലെ ഇതിനകത്തേക്ക് വീഴുന്നു. പലരും, പല കുട്ടികളും എവിടുന്ന് അവർക്ക് വരുമാനം തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവരെല്ലാം വീടിനകത്ത് വരുന്നു പോകുന്നു അറിയാൻ പറ്റുന്ന അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഏതാണെന്ന് തിരിച്ചറിയാൻ മാതാപിതാക്കൾക്ക് കഴിയണില്ല. പല റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല ഡോക്ടേഴ്സിന്റെയും അധ്യാപകരുടെയും പോലീസ് ഉദ്യോഗസ്ഥയിൽപ്പെട്ട ആളുകളുടെ പല മക്കളും ഇന്ന് വഴിമാറി യാത്ര ചെയ്യുന്നു. 99% ചതിയിലൂടെ. കോട്ടയം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയർ വിദ്യാർത്ഥിനി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കാര്യം എന്താ? എന്നെ പ്രണയ അഭ്യർത്ഥന നടത്തി, എന്നെ ശാരീരികമായിട്ടും എന്നെ ദുരുപയോഗം ചെയ്തു, എന്നെ വിവാഹ വാഗ്ദാനം നൽകി, എന്നെ 3 വട്ടം അബോർട്ട് ചെയ്തു, എന്റെ 23 ലക്ഷം രൂപ എന്നെ ഇത് അപഹരിച്ചു, 16 പവന്റെ ഗോൾഡ് എനിക്ക് തിരികെ തന്നില്ല. ആര്? സീനിയർ വിദ്യാർത്ഥി, എഞ്ചിനീയർ പഠിക്കുന്ന സീനിയർ വിദ്യാർത്ഥി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുത്തിരിക്കുക. FIR രജിസ്റ്റർ ചെയ്തു, അന്വേഷിച്ചു. നോക്കുമ്പോൾ ഈ കുട്ടി 3 വർഷമായിട്ട് MDMA അഡിക്റ്റഡ് ആണ്. ഈ പെൺകുട്ടി, ഈ പെണ്ണ് MDMA അടിമപ്പെട്ടപ്പോഴാണ് ഈ പെൺകുട്ടി. അന്വേഷണം ചെന്നെത്തിയത് നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. അതിനുശേഷം കേരളത്തിൽ കുറച്ച് വിജിലന്റായി. അങ്ങനെ ഈ സംഭവത്തെക്കുറിച്ചുള്ള യാത്ര തുടങ്ങിയത് ബാംഗ്ലൂരിൽ അവസാനിക്കുന്നു. ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ലഹരി കടത്തിലേക്ക് എത്തുന്നു. സിനിമാ മേഖലയിലേക്ക് വരുന്നു. സിനിമാ മേഖലയിൽ ഒരുപാട് പേര് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയാതെ അതായത് പെട്ടുപോയ ഒരുപാട് യുവനടിമാരും, കന്നഡയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെയും പല സിനിമാ മോഹങ്ങൾ ആഗ്രഹിച്ചു വന്നിരിക്കുന്ന ചെറുപ്പക്കാരായ പല സ്ത്രീ കുട്ടികളും ഈ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ശരീരം, അവരുടെ മാനവും ശരീരവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പം അടുത്ത് ഷൈൻ ടോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലൊക്കെ നടന്നിരുന്നു. ഇപ്പം അടുത്ത് നമ്മളൊക്കെ കണ്ടതാണ്. പോലീസ് എത്തിയപ്പം ഷൈൻ ടോൺ എന്ന് പറയുന്ന കലാകാരൻ ഏകദേശം 200 അടി താഴ്ചയിലേക്ക് ചാടിയത്. കാൾവീസ് പോലും ചാടൂല. അങ്ങനെ
പിന്നെ ഓടിയത് ഉസൈൻ ബോൾട്ട് ഓടുന്ന പോലെ അദ്ദേഹം ഓടിയത്. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. 7 മണിക്ക് പോയി അദ്ദേഹം അവിടെ സ്ഥലത്തെത്തി. 10 മണിക്ക് വരേണ്ട അദ്ദേഹം 7 മണിക്ക് അവിടെ എത്തി, സ്ഥലത്തെത്തി. ചോദ്യം ചെയ്ത് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ കയ്യിലുള്ളൊരു പേനുണ്ട്, ആ പേന തിന്നാൻ തുടങ്ങി. പിടിച്ചു വെച്ചു, നിലത്ത് കിടന്നു. എക്സൈസ് കൊണ്ടുപോയി DAD സെന്ററിലേക്ക്. ചെറിയ മക്കളൊക്കെ ഉണ്ട്, കേൾക്കണം കേട്ടോ. DAD സെന്ററിലേക്ക് കൊണ്ടുപോയി ശാരീരികമായിട്ട് തലയൊക്കെ ഇട്ട് അടിക്കാൻ തുടങ്ങി. ഇവിടെ എനിക്ക് പറ്റില്ല, ഈ ട്രീറ്റ്മെന്റ് പറ്റില്ല എന്ന് പറഞ്ഞു. ബാംഗ്ലൂരിലെ നിംഹാൻസ് ഹോസ്പിറ്റൽ തെരഞ്ഞെടുത്തു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് റിസർച്ച് സെന്റർ തെരഞ്ഞെടുത്തു. അങ്ങോട്ട് പോകാമെന്ന് ഉറപ്പ് നൽകി അച്ഛനുമായിട്ട് യാത്ര ചെയ്തു. രാത്രിയിൽ ആ വാഹനം അപകടത്തിൽപ്പെട്ടു. ഷൈൻ ടോണിന്റെ അച്ഛൻ, എന്നും കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ മരിച്ചുപോയി. ഷൈൻ ടോണിന്റെ അമ്മയ്ക്ക് നട്ടലിലും സ്പൈനൽ കോഡിലൊക്കെ ഇഞ്ചുറി, 4 ഇഞ്ചുറി. ഷൈൻ ടോണിന്റെ തോളലെല്ലാം പൊട്ടി, ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. നോക്കണം, ഒരു ലഹരി കൊണ്ട് ചെന്നെത്തിച്ച ദുരന്തം, ഒരു ലഹരി കൊണ്ടുവന്ന ദുരന്തമാണ്. അപ്പോഴും ഷൈൻ ടോണ് ആശുപത്രി കിടക്കി പറയുന്നു, ഞാനൊന്ന് ഉണർകി എന്നേറ്റപ്പോൾ എൻ്റെ അച്ഛൻ പോയി, എൻ്റെ പുറകെ നടന്ന് കിടന്ന് എൻ്റെ അച്ഛൻ പോയി എന്നാണ് പറഞ്ഞത്. ഈ മകൻ എവിടെല്ലാം പോകുന്നു അവിടെല്ലാം നിഴല് പോലെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. പ്രായപൂർത്തിയായിട്ടും ഒരു അച്ഛൻ നിഴല് പോലെ ഒരു മകന്റെ കൂടെ നടക്കുകയാണ്. പലപ്പോഴും അങ്ങനെയാണ്, നമ്മുടെ അച്ഛന്മാര് മക്കളുടെ കൂടെ ഉണ്ടാവും നിഴല് പോലെ, പക്ഷെ മക്കൾ തിരിച്ചറിയുന്നില്ല. അവസാനം സ്വന്തം മകന്റെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ബന്ധപ്പെട്ട് അവനെ ഈ അടിമത്തിൽ രക്ഷപ്പെടുത്താനാണ് ഒരു അപ്പൻ തന്റെ ജീവിതം ഹോമിക്കപ്പെട്ടു. ഇനിയെങ്കിലും ആ കലാകാരൻ തിരിച്ചു പറ്റെന്ന് പ്രാർത്ഥിക്കാം. ജീവിതം അങ്ങനെയാണ്. ലഹരി എന്ന് പറയുന്നത് നമ്മൾ കണ്ട ഒരു ലോകത്തിലല്ല ഇന്ന് കേരളത്തിന്റെ മുമ്പോട്ടുള്ള പോക്ക്. ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ മേഖലയിൽ കൗൺസിലിംഗ് മുതൽ തന്നെ ഈ പറയുന്ന ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. രാത്രി എറണാകുളം നഗരം എന്താണെന്നും, രാത്രിയുടെ ഓരോ KSRTC ബസ് സ്റ്റാൻഡ് പരിസരം എന്താണെന്നും, ഓരോ കടൽ തീരം, കേരളത്തിന്റെ ഓരോ കടൽ തീരങ്ങളും, ഓരോ റിസോർട്ടുകളും, ഓരോ സ്പാ സെന്ററുകളിലും എന്ത് നടക്കുന്നതെന്നൊക്കെ ഒരുപക്ഷെ യാത്ര ചെയ്താൽ നമ്മളൊക്കെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അപ്പുറം ലോകം അറിയുന്നു. പലപ്പോഴും അതെല്ലാം നമ്മുടെ ഓരോ മകളുമായി സങ്കല്പിച്ച് നോക്കണം. ഞാൻ പലപ്പോഴും ഇങ്ങനെ സംഘടിപ്പിക്കും, അതെന്റെ മകളോ അതെന്റെ മകനാണെന്നൊക്കെ ഞാൻ സങ്കല്പിക്കും പലപ്പോഴും. ഇങ്ങനെ എല്ലാം നമുക്ക് പ്രിയപ്പെട്ടവരല്ലേ, പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ലല്ലോ അല്ലേ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചേർത്തലയിൽ ഒരു അമ്പലത്തിലെ പരിപാടി കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോവാം. ഡ്രൈവർ പറഞ്ഞു, വിൽപ്പ് സാർ നോക്കുന്നു പറഞ്ഞു. അപ്പോൾ ഒരു റോഡിന്റെ സൈഡിൽ നല്ല മഴയത്ത് റോഡിന്റെ സൈഡിൽ നിന്ന് നിലത്ത് കിടന്ന് ചീഞ്ഞ് കിടക്കുന്ന വെള്ളത്തിലെ ഒരു മാങ്ങ എടുത്ത് നല്ല ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ഈ മാങ്ങ ഒരു പയ്യനുണ്ട്, അവനെ ആടിക്കൊണ്ടിരിക്കുന്നു. ഈ പെൺകുട്ടി മാങ്ങ എടുത്ത് തിന്നുകയാണ്. ഇതിലെല്ലാം ഈ മാങ്ങയുടെ ഒഴുകുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി റിവേഴ്സ് ചെയ്ത് നോക്കി. അടുത്ത് വന്ന് ഗ്ലാസ് താക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അടുത്ത് വന്നൊരു ഗ്ലാസ് പൊക്കി. ആ ഗ്ലാസ്സിൽ കയ്യിലുള്ള 2 മാങ്ങയുണ്ട്, പൊട്ടി പഴുത്ത മാങ്ങ ഗ്ലാസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു. എന്നാൽ പ്ലീസ് ഇങ്ങനെ ആക്കുന്നുണ്ട്. ഗ്ലാസ്സുകൾ താത്തിൽ കുറച്ചു നേരം ഞങ്ങൾ നോക്കി നിന്ന് ഇങ്ങനെ. സുന്ദരിയായൊരു ചെറിയ പെൺകുട്ടി, ബൈക്കുണ്ട് അപ്പുറത്ത്, ഓടിക്കാൻ പറ്റണില്ല. റോട്ടിൽ വെള്ളത്തിൽ കിടക്കണ മാങ്ങ എടുത്ത് ലക്ഷ്യവും ബോധവും ഇല്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ നമുക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളത് ബാധിക്കുന്നില്ലല്ലോ. ഉണ്ടോ? നിങ്ങളെല്ലാം യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരുപക്ഷെ KSRTC പെൻപിലോ മൂത്രപ്പരയിലോ തെങ്ങുംതോപ്പിലോ പാറക്കെട്ടിലോ കുളക്കരയിലോ നദിക്കരയിലോ ഒക്കെ ഇത്തരത്തിലുള്ള കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇങ്ങനെ കൈ വെച്ച് തിരിക്കുന്നത്, വലിക്കുന്നത്, കുടിക്കുന്നത് കണ്ടിട്ടില്ല. നമ്മൾ ഇടപെടാറുണ്ടോ? ഇടപെടുന്നില്ല. അതാണ് ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം. നമുക്കൊന്നും ഇടപെടാനൊന്നും പറ്റുന്നൊന്നുമില്ല. എന്നാൽ നമ്മൾ ഇടപെട്ട് അവരെ കയ്യിൽ ഏക്കപ്പെട്ട് തോക്കുണ്ടാവുമോ? നമ്മൾ എടുത്തിട്ട് വെടിവെച്ച് തള്ളിയിടുവോ? ഞാൻ ഇടപെട്ടിട്ട് ഇഷ്ടം പോലെ. എന്റെ മോന്റെ പേരെന്താ ചോദിച്ചിട്ടുണ്ട്, എന്റെ മോളുടെ പേരെന്താ, മോന്റെ പേരെന്താ, എനിക്ക് വലിയ സങ്കടമുണ്ട്, എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ നമ്മൾ കണ്ണിൽ നോക്കി ചോദിച്ചാൽ നമ്മുടെ മുഖത്തുനിന്ന് ആ നോട്ടം പെട്ടെന്ന് മാറും. ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സിഗരറ്റ് വലിക്കുന്ന ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി നിർത്തിയിട്ട് അടുത്തിയല്ലോ, എൻ്റെ മോൻ്റെ കയ്യിലെന്താ ചോദിക്കും. അങ്ങനെ വലിക്കാൻ വന്ന സിഗരറ്റ് പതിയെ താഴോട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെയും ചോദിക്കും, എനിക്ക് വലിയ സങ്കടമുണ്ട്, എൻ്റെ കുഞ്ഞിനെ പോലാ നീ, എൻ്റെ മോനെ പോലാ എന്ന് പറയുമ്പോൾ കയ്യിലെ സിഗരറ്റ് പുറകെ പിടിച്ചിങ്ങനെ കെടുത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അവന്റെ ശരീരത്തിന് ആ പൊള്ളലേൽക്കുന്നില്ല. കാര്യം എന്താ? അവന്റെ മനസ്സിനെ നമ്മൾ കീഴ്പ്പെടുത്തി. നമ്മുടെ വാക്കുകൊണ്ട് അവനെ കീഴ്പ്പെടുത്തണം. മോനെ എന്നൊരു വിളി അവൻ കേട്ടിട്ടുണ്ടാവില്ല അവന്റെ വീട്ടിൽ. അത് നമ്മൾ കൊടുക്കണം. നിങ്ങൾ അവനെ പോയി പേടിപ്പിച്ചോക്കെ, എന്താണ് അവിടെ നിൽക്കണേ, നീ എവിടെയാണോ വലിക്കണേ, ഈ നാട് നിനക്ക് അറിയാമെന്ന് ചോദിച്ചാൽ നീ പോടാ അവിടെ നിന്ന് പറയും, നീ പോടാ അവിടെ നിന്ന് പറയും. പലപ്പോഴും കണ്ടിട്ടുണ്ട്. പറഞ്ഞ ശേഷം അവനെ തോണ്ടും, അടുത്തുള്ളത് ഇങ്ങനെ തോണ്ടും, ഇങ്ങനെ ആക്കും. വണ്ടിയെ കയറി പതുക്കെ ഷാട്ടാക്കും. വണ്ടി ഇങ്ങനെ കൊണ്ട് പോകും. വണ്ടി കുറെ ദൂരം ഞാൻ തിരിഞ്ഞു നോക്കും. എന്താ നോക്കുന്ന അറിയോ? അത് ധാർഷ്ട്യത്തിലുള്ള നോട്ടമല്ല, ഒരു ക്ഷമ പറയലും അല്ല, നോട്ടത്തിലെല്ലാം ഉണ്ട്. ആ ബോഡി ലാംഗ്വേജില്
ഓർക്കണം, ഇനി ഇങ്ങോട്ട് വരില്ല. ഇങ്ങനെ നിരന്തരമായി നമ്മുടെ ദേശത്ത് ഒഴിഞ്ഞ പറമ്പിൽ, പാറക്കെട്ടിൽ, നദിക്കരയിൽ, കുളക്കരയിലെ തെങ്ങിൻ തോപ്പിൽ, മൂത്രപ്പിമ്പിൽ നോക്കാൻ, കാണാൻ, കേൾക്കാൻ ആളുണ്ടെങ്കിൽ ഈ മണ്ണ് ഇങ്ങനെ ആവില്ല. ഒരു ലഹരിക്കെതിരെ ഈ ഈരാറ്റുപേട്ടയിൽ കൂടെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു കൂട്ടുകെട്ട് നടത്തിയ ലഹരി തീരുവോ? ഒരു നൈറ്റ് മാർച്ച് നടത്തിയ ലഹരി തീരുവോ? ലഹരിക്ക് ഒരു ഒപ്പുശേഖരണത്തിൽ ലഹരി തീരുവോ? ഫിലിപ്പമ്പാട് ഈ ഓഡിറ്റോറിയത്തിൽ വന്ന് സംസാരിച്ച് 2 മണിക്കൂർ പോയ ഈരാറ്റുപേട്ട ലഹരി നിന്ന് പോവുമോ? മഹലുകളിൽ എല്ലാ വിശ്വാസം വിളിച്ചു ചേർത്ത് ലഹരി നടത്തിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈന്ദവ ക്ഷേത്രങ്ങൾ, ക്രൈസ്തവ ആരാധനകൾ ലഹരിക്കെതിരെ സെമിനാറും കോളനികളും നടത്തിയാൽ ഈ പ്രശ്നം തീരുവോ? അങ്ങനെ കൂട്ടോട്ടം നടത്തിയിട്ട് ലഹരി നിൽക്കുകയാണെങ്കിൽ കേരളത്തിൽ 55,000 വരുന്ന പോലീസ് നിൽക്കാതെ ഓടിക്കോളാം കേരളത്തിലൂടെ. പക്ഷേ നമ്മള് കാണേണ്ടത് കാണുന്നില്ല, അതാ പ്രശ്നം. നമ്മൾ പ്രിയപ്പെട്ട MLA പറഞ്ഞു, ബന്ധങ്ങളൊക്കെ കുറഞ്ഞു പോയി, അതിന്റെ പ്രശ്നം. നമ്മൾ കാണേണ്ടത് കാണുന്നില്ല, അവിടെയാ പ്രശ്നം. ഒരു 14 വയസ്സായ മകൻ, നമ്മുടെ മകൻ, അല്ലെങ്കിൽ ഒരു ഉമ്മയ്ക്കൊരു മകനുണ്ട്, അമ്മയ്ക്കൊരു മകനുണ്ട്. രാത്രി ഒരു 12-1 മണിക്ക് അവനിങ്ങനെ ആടി ആടി വീട്ടിൽ വന്ന് കയറിയിട്ട് വാതിലേക്ക് തട്ടേങ്ങനെ ഉമ്മ പോയി തുറന്നു കൊടുത്തു. അവന്റെ മേത്ത് മദ്യം അടക്കുന്നുണ്ട്, കഞ്ചാവ് അടക്കുന്നുണ്ട്. ആ ഉമ്മ തകർന്നു പോകൂലേ? ഒരു സഹോദരിക്ക് ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് അവളെ സങ്കടം മറക്കും, ഉറപ്പാ. അയൽവാസികളൊക്കെ പോയി അവളുടെ മിണ്ടിയും പറഞ്ഞും ഒക്കെ നിന്ന് അവൾ മനസ്സിലാക്കും, എന്റെ ഭർത്താവ് ഇനി തിരിച്ചു വരില്ല, ഈ ശൂന്യതയിൽ നിന്ന് ഞാൻ ഇനി ഉണർന്നെഴുന്നേൽക്കണം, എന്റെ മക്കൾക്ക് ഞാൻ കരുത്താകണം, തണലാകണം. ആ അമ്മ പിന്നെ കരുതലാവും. പക്ഷേ 10 ദിവസം കൊണ്ട് ആ സങ്കടം അവൾ മറക്കും. പക്ഷെ 9.5 മാസക്കാലത്തോളം ഒരുവൾ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കണ്ട് ഉദരത്തിൽ ഉരുവായൊരു കുഞ്ഞിനെ ചുമന്ന് നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കി ആ 14 വയസ്സുകാരിൽ ലഹരി പദാർത്ഥങ്ങൾ കടിമപ്പെട്ടു എന്ന് അറിയുന്ന നിമിഷം അമ്മ തകർന്നു പോകും. 10 ദിവസമാണോ, 10 വർഷമാണോ, 30 വർഷമാണോ അവൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം എത്രയോ അത്രയും കാലം അവൾ ഉരുകി ജീവിപ്പത് ഈ മണ്ണിൽ. മക്കളെ ഓർത്തു. അങ്ങനെയുള്ള അമ്മമാരെ നമുക്ക് ഒറ്റപ്പെടുത്താൻ പറ്റുമോ? ലഹരിയുടെ ഈ ടീം റെസ്ക്യൂവിന്റെ ഉദ്ഘാടനവും അവാർഡ് ദാനവും ലഹരി ബോധവൽക്കരണ ക്ലാസ് വന്ന വാക്ക് നിങ്ങൾ ഈ ബാനറിൽ വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാളും ഈ ഫംഗ്ഷനിൽ വരില്ല. ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ വരില്ല. ലഹരി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടിൽ പോലീസ് കേസ് പിടിച്ച ആൾ വരില്ല. ഏതെങ്കിലും മകൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച മകനുണ്ടെങ്കിൽ ആ വീട്ടിലെ ഉപ്പയും ഉമ്മയിലെ പരിപാടിയിൽ വരില്ല, അച്ഛനമ്മയും വരത്തില്ല. അവിടെ കാര്യം എന്താ? അവര് മുറിവേറ്റവരാ. വളർത്തി വലുതാക്കിയ മകൻ ഏറ്റ മുറിവിനെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് വീടിനകത്തു നിന്ന് പുറത്തേക്ക് സന്തോഷിക്കാൻ പറ്റാതെ ആ വലിയ വീടിനകത്ത് ഹൃദയം നുറുങ്ങിയിരിക്കുന്നുണ്ടാവും അച്ഛനും അമ്മയും. അവിടേക്കാ നമ്മൾ പോകേണ്ടത്. ഞങ്ങളുണ്ടെന്ന് പറയണം. നാളെ എനിക്ക് ഗതി വരും. ലഹരി എന്ന് പറയുന്ന ദുരന്തം എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ വരും. പക്ഷെ നമ്മളെല്ലാം പരിഹസിക്കുന്നുണ്ട് പലരും. ആൾക്കൂട്ടങ്ങളിൽ, കവലകളിൽ, കടകളില് അറിഞ്ഞില്ലേ എന്താ? ആ കുട്ടന്റെ മോനെ പോലീസ് പിടിച്ചു. ആ കഞ്ചാവ് അവനെ പറയണ്ടല്ലോ, അവന്റെ കാര്യം അല്ലേ? ആ പിടിച്ചു. അവൻ ചെറുപ്പത്തിൽ തലതെറിച്ച കുട്ടിയാണ്, മഹാകുരുത്തക്കേടാ. ഏതെങ്കിലും അമ്മമാരും അച്ഛന്മാരും പറയുന്നുണ്ടോ ഓരോ ലഹരി കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു പയ്യന്റെ കൂടെ മോൻ കൂട്ടുകൂടണം? എന്റെ മോനെ എനിക്ക് വിശ്വാസ, എന്റെ കുഞ്ഞെനിക്ക് വിശ്വാസ, എന്റെ മോളെ എനിക്ക് വിശ്വാസം. നീ അവന്റെ കൂടെ കൂടിയാൽ അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഉത്തമ വിശ്വാസം ഈ അമ്മയ്ക്കുണ്ട് മോളെ, മോനെ. ഇങ്ങനെ പറയാം എത്ര അമ്മമാർക്ക് സാധിക്കും മക്കളെ കുറിച്ച്. അവിടെയാണ് മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ആത്മബലവും ശാരീരിക ബലവും അവിടെ നിങ്ങൾ പകർന്നു കൊടുക്കുക. നിന്നെ എനിക്ക് വിശ്വാസമാകും. കൂടരുത് പറഞ്ഞു നോക്കിക്കേ, എന്താ കൂടിയാന്നുള്ള ചിന്ത വരും. മോൾ അവന്റെ കൂടെ കൂടരുത്, കുരുത്ത കെട്ടാൻ തലതെറിച്ചാൽ താൻ തോന്നിയാണ് പഠിക്കാൻ. അവരോടൊന്നും പരിഹസിക്കരുത്. നമ്മുടെ മക്കളോട് പറയാം, നീ ഇവന്റെ കൂടെയാണ് അവിടെ നടക്കുന്ന ഈ കുരങ്ങനെ പരിഹസിക്കുന്ന സാധനത്തിന് കൂടെ. അവന്റെ മുടിയും അവന്റെ കണ്ണും അവന്റെ ഡ്രസ്സും നല്ല കോല വരെ കാണാൻ. കോലം എന്തോ ആയിക്കോട്ടെ, വസ്ത്രധാരണം എന്തോ ആയിക്കോട്ടെ, വസ്ത്രം കൊണ്ട്, രൂപം കൊണ്ട്, ഭാവം കൊണ്ടൊന്നും ആരെ വിലയിരുത്താൻ പറ്റൂല. It's better not be prejudiced against anyone or anything will go wrong. തെറ്റിപ്പോവും. വസ്ത്രം കൊണ്ടും രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഒരു വ്യക്തിക്ക് നമുക്ക് വിലയിടാൻ പറ്റൂല. പറ്റുമോ? പറ്റില്ല. പ്രളയത്തിൽ ഒഴുകിയ ചെരുപ്പ്
റോയിട്ടേഴ്സിന് പത്രപത്രം ഫോട്ടോ കണ്ടായിരുന്നു 2017 ചെന്നൈയിൽ. ആ ചെരുപ്പ് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. പക്ഷെ ചെരുപ്പ് ബാറ് പൊട്ടിയതാണ് ഓട്ട വന്ന ആ ചെരുപ്പ്. പക്ഷെ ചെരുപ്പിന് മുകളിൽ 2 കോഴിക്കുട്ടി ഇരിക്കുന്നുണ്ട്. ചെരുപ്പ് കുട്ടികൾ വണ്ടിച്ചക്രം ഉണ്ടാക്കാൻ എടുക്കും, അത്ര ദ്രവിച്ചു ചെരുപ്പ്. ഏതോ കാലഘട്ടത്തിൽ ഒരുവൻ ചവിട്ടി മെതിഞ്ഞ് ബാറ് പൊട്ടിയപ്പോ ഒറ്റയിറങ്ങോട്ട് കൊടുത്തു അടുത്ത പറമ്പിൽ. ആ മുൾപ്പടപ്പിലെ ചെരുപ്പ് ഇങ്ങനെ കിടന്നു. പ്രളയം വെള്ളം ഇങ്ങനെ പൊങ്ങിയപ്പോ ആ ചെരുപ്പ് വെള്ളത്തോടൊപ്പം യാത്ര ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പോകുന്ന വഴിക്കാണ് ചെന്നൈ നഗരം മൊത്തം വെള്ളത്തിലാണ്. പോകുന്ന വഴിക്കാണ് ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുമലതിങ്ങനെ പോകുന്നുണ്ട്. അതിൽ ഭദ്രപ്രായരായ 2 കോഴിക്കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ചെരുപ്പെത്തി. ചെരുപ്പ് നാവുണ്ടോട് ചെരുപ്പ് പറയുമായിരുന്നു, മക്കളെ കേറിക്കോ. അങ്ങനെ ആ 2 കോഴിക്കുഞ്ഞുങ്ങൾ അള്ളിപ്പിടിച്ച് ചെരുപ്പിന് മുകളിൽ കയറി. ആ ചെരുപ്പ് കോഴിക്കുഞ്ഞുമായിട്ട് നടക്കുക, ഇങ്ങനെ യാത്ര ചെയ്യാം. ചെരുപ്പ് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ കിടന്ന് കരയണ്ട, നിന്റെ അമ്മയെ നിന്റെ കൂട്ടുകാരൊന്നുമില്ലല്ലോ, എന്നെ വിശ്വസിക്കും, ഞാൻ പാഴ്ചെരുപ്പല്ലേ, ഞാൻ ബാറ് പൊട്ടി ഓട്ട വന്നു, യജമാനൻ എനിക്ക് വേണ്ട, ആർക്കും എന്നെ വേണ്ട, നിങ്ങൾ അവിടെ ഇരുന്നോ, ഈ മഴയൊന്ന് ശമിക്കട്ടെ, ഏതെങ്കിലും തുരുത്തിൽ എത്തിക്ക് അവിടെ ഇറങ്ങി കുത്തിപ്പറിക്ക് നിന്നോ, എനിക്ക് നന്ദി പോലും പറയണ്ട, ഞാനൊരു ബാറ് പൊട്ടിയ ചെരുപ്പല്ലേ. ആ ചെരുപ്പ് നാവുണ്ടായ ചെരുപ്പ് പറയും അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഒരു ബാറ് പൊട്ടി ദ്രവിച്ചൊരു ചെരുപ്പിന് ഒരു 2 കോഴിക്കുഞ്ഞുങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്, കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ജീവനുള്ള, കാഴ്ചയുള്ള, കേൾവിയുള്ള, ചിരിക്കാൻ പറ്റുന്ന നമ്മുടെ മക്കളെ എങ്ങനെയാണ് നമ്മൾ മാറ്റി നിർത്താൻ പറ്റുക? കുരുത്തം കെട്ടും, തല തെറിച്ചവൻ, താൻ തോന്നി, അധിക പ്രസംഗി, മണ്ടൻ, മടയൻ, പൊട്ടൻ മാറ്റി നിർത്താൻ പറ്റുമോ? പറ്റില്ല. അവനിലൊരു കഴിവുണ്ട്, അവനിലൊരു മനുഷ്യത്വമുണ്ട്. നിങ്ങൾ ഈ വാഹന ആക്സിഡന്റ് ഒക്കെ നടക്കുമ്പോൾ, റോഡിലൊക്കെ ആക്സിഡന്റ് നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ആശുപത്രി കാഷ്വാലിറ്റി വാർഡിൽ ഈ പലപ്പോഴും ഓരോ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ കീഴിൽ 5000 രൂപയുടെ പാരിതോഷികം റോഡ് ആക്സിഡന്റിൽ പെട്ടവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി റെസ്ക്യൂവിൽ ഇടപെട്ട് കൊണ്ടു കൊടുത്താൽ നമ്മുടെ പേരും അഡ്രസ്സൊക്കെ നമുക്ക് ചോദിക്കാൻ നമ്മൾ പറഞ്ഞു കൊടുത്താൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ നമുക്കൊരു കോള് വരും, നിങ്ങൾ ഫണ്ട് തീരാറായി, നിങ്ങൾ ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം നടത്തി നിങ്ങൾക്ക് 5000 രൂപ ഉണ്ടെന്ന്. നിർഭാഗ്യവശാൽ പല പോലീസ് സ്റ്റേഷൻ ഫണ്ട് വാങ്ങാൻ ആൾക്കാരില്ല, പേടിയാണ് പലർക്കും, തെറ്റിദ്ധരിച്ചിട്ട് ഈ ഫണ്ട് വാങ്ങാൻ ആളില്ല. പക്ഷേ ഇങ്ങനെ ഈ കാഷ്വാലിറ്റികളെല്ലാം പരിശോധിച്ചപ്പോൾ, CCTV പരിശോധിച്ചപ്പോൾ ഇങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ആളുകൾ മുഴുവൻ ഈ പറയുന്ന കുരുത്തക്കെട്ടവരുടെ ശ്രേണിപ്പെട്ടതാ. അസമയത്ത് പുറത്തേക്ക് ഇറങ്ങി പോകുന്നവരും, തലതെറിച്ചവരും, താൻ തോന്നിയും, പഠിക്കാൻ കൊള്ളാത്തവരും, മണ്ടനും മറയരും എന്നൊക്കെ പറയുന്ന സ്വപ്നങ്ങൾക്ക് പൂർത്തീകരണം നടക്കപ്പെടാത്തവനാണ്. അവനൊന്നും പേടിയില്ലാതെ, ആൾബലമില്ലാതെ, കുഴിയിലും കൊക്കയിലും കയത്തിലും എല്ലാം ഇറങ്ങി വന്നിട്ട് സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞ് തോള് വെച്ച് ചിലപ്പോൾ നമ്മളെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും. ഓരോ രക്ഷാപ്രവർത്തന കഥകൾ അങ്ങനെയാണ്. അപ്പൊ എങ്ങനെയാ നമ്മൾ വിലയിടുക ഒരു മനുഷ്യന്? രൂപം കൊണ്ടും ഭാവം കൊണ്ടൊക്കെ നമുക്ക് വിലയിടാൻ പറ്റുമോ? അല്ലല്ലോ, തെറ്റിപ്പോവും. നൗഷാദ് അങ്ങനെയാണ്. ഉള്ളേരിക്കാരനായ നൗഷാദ് കഷം പൊക്കൂല എന്നാ പറഞ്ഞത്. എന്താ വെച്ചാൽ അവന്റെ ഈ ഷർട്ട് തുന്നി കാക്കി ഓട്ടയാ. കയ്യിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ നോക്കിയ റബ്ബറിട്ട് കെട്ടി വെച്ചിരിക്കുക. ഉമ്മ എന്നും കളിയാക്കും നൗഷാദിനെ. ഓ, എന്റെ ഒരു ഓട്ടോറിക്ഷ യുവതാര ആർട്ട് സ്പോർട്സ് ക്ലബിലെ സെക്രട്ടറി, 10 റുപ്യ അതൊക്കെ നല്ല കുപ്പായം വാങ്ങാൻ പൈസ ഉണ്ട്, നാട് നാക്കി അടക്കുകയാണ്. 10-28 വയസ്സായാലേ പോത്തുപോലെ. ഐഷുമ്മ എന്നും ഈ സങ്കടം വിളിച്ചു പറയും. ഇടയ്ക്ക് എന്നിട്ട് ഓനെ നോക്കി കരയും ചെയ്യും, എന്റെ കുട്ടിക്കൊരു നല്ല ജീവിതം ഉണ്ടാകണേ. ആ നൗഷാദാണ് അയൽവാസിയെ കൊണ്ടുപോയത് മെഡിക്കൽ കോളേജിലേക്ക്, കോഴിക്കോട്. ശ്വാസം മുട്ട് വന്നു. വാർഡിലെല്ലാം ചെയ്തു കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി ചായ കുടിക്കാൻ പോലും പോക്കറ്റ് പൈസ ഇല്ല. അപ്പോൾ ഒരു ഓട്ടം KSRTCയിലേക്ക് പോകുമെന്ന് ചോദിച്ചു. കയറാൻ പറഞ്ഞു. അവരായിട്ട് പോകുമ്പോ കോഴിക്കോട് പുലർച്ചെ കൊണ്ടുവിട്ട് തിരിച്ചൊരു മാനാഞ്ചിറ സ്ക്വയറിന്റെ അവിടെ ആൾക്കാർ കൂടി നിൽക്കണം, കുറച്ച് ഹിന്ദിക്കാർ. എന്താ ചോദിച്ചു. അപ്പൊ ഒരു തമിഴിനെ വന്നിട്ട് പറഞ്ഞു, കുള്ള ആറെ പോയിട്ട് അങ്ങേ ശബ്ദമേ കേക്കലായിരുന്നു. പിന്നെ എന്തിനെങ്കിലും നോക്കിക്കണം എവിടെയായിരുന്നു. ആ ഷർട്ട് അഴിച്ചു വെച്ച മൊബൈലും അവിടെ വെച്ചിട്ട് ഓട്ടോ സൈഡാക്കി ഓടി വന്നിട്ട് ഈ ഇരുമ്പ് കവയമുള്ള ഈ മാൻഹോളിന്റെ അകത്തേക്ക് നൗഷാദ് എന്ന് പറയപ്പെടുന്ന ഉള്ളേരിക്കാരൻ ഉമ്മ വിളിക്കുന്ന ഗുരുത്തം കെട്ടാൻ അതിന്റെ ഇടയെ കൊണ്ട് ഇറങ്ങി, ആഴ്ന്നിറങ്ങി. 75 കിലോ തൂക്കമുള്ള ഒരുവനെ തോള് വെച്ചിട്ട് കൊണ്ടുവന്ന് പുറത്തേക്ക് കൊടുത്തു. ഒരാളെ രക്ഷിച്ചു. 2ാമത്തെ ആളെ രക്ഷിക്കാൻ വേണ്ടി വീണ്ടും പ്രാണവായു ശ്വസിക്കുന്ന നൗഷാദിന്റെ ചിത്രം ഏതോ ഒരു സഹൃദൻ മൊബൈലിൽ പകർത്തിയിട്ടുണ്ട്. മലിനജലം കരിപുരണ്ട ഒരു നൗഷാദ് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട് ഇരുമ്പ് കവചത്തിന് മുകളിൽ നിന്നിട്ട്. വീണ്ടും അടിയിലിറങ്ങി മുട്ടിൽ പോയി കുറച്ച് ദൂരെ എത്തിയ സമയത്ത് രക്ഷിക്കുന്നിടയിൽ ആ സുഹൃത്ത് നൗഷാദിനെ കയറി പിടിച്ചു കഴിഞ്ഞു. അങ്ങനെ മലിനജലത്തിൽ മൂക്കുകുത്തി നൗഷാദും വീണു. 15 മിനിറ്റുകൾക്ക് ശേഷം കോഴിക്കോട് നഗരം ചേതനേറ്റ 2 ശരീരങ്ങളെ പുറത്തെടുത്തത്. ഒന്ന് ഒരു ആന്ധ്ര സ്വദേശിയുടെയും 2 രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ മനുഷ്യത്വമുള്ള കുരുത്തം കെട്ടൻ എന്ന് പറയപ്പെടുന്ന നൗഷാദിന്റെ ചലനമറ്റ ശരീരവും ഇങ്ങനെ കരിവുരുണ്ട ശരീരം ഇങ്ങനെ പൊക്കിയെടുത്ത് പുറത്തുണ്ട്. എല്ലാ പത്രങ്ങളിൽ വാർത്ത വന്നു, പ്രിയ നൗഷാദേ നിനക്ക് പ്രണാമം,
നൗഷാദ് എന്ന മനുഷ്യ സ്നേഹി മാഞ്ഞു പോയിരിക്കുന്നു. വാട്സപ്പുകളിലെ സന്ദേശം വന്നു, ഇനി ആയുഷമ്മയ്ക്ക് കുറ്റം പറയാൻ പ്രിയ നൗഷാദില്ല. യുവതാര ആർട്സ് സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറി മാഞ്ഞു പോയിരിക്കുന്നു. പിറ്റേ ദിവസം ഈ സങ്കടങ്ങളെ സഹിക്കാൻ പറ്റാതെ എറണാകുളത്ത് നിന്നും കൊച്ചേസു ചിത്രപ്പള്ളി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ബാഗിനകത്ത് 5 ലക്ഷം രൂപ എടുത്തുകൊണ്ട് ആ വീട്ടിലേക്ക് പോയി, ഉള്ളേരിയിലേക്ക്. എന്നിട്ട് ഉമ്മയ്ക്ക് ഇങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, മയത്ത് നമസ്കാരം കഴിഞ്ഞ വീട്ടിലാണ് ചെല്ലുന്നുണ്ട്. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നൗഷാദിനെ പ്രസവിച്ചത് നിങ്ങളാണ്, ലോകത്തെ ഏറ്റവും പുണ്യം ഉമ്മ. അന്ന് അമ്മ മനസ്സിലാക്കിയത് എന്റെ കുഞ്ഞ് ഒരു കുരുത്തം കെട്ടവനല്ല, എന്റെ കുഞ്ഞ് ഒരു കുരുത്തം കെട്ടവനല്ല, ജീവിക്കാൻ മറന്നുപോയനല്ല, മറ്റൊരുവന് ജീവൻ പകുത്തു കൊടുത്തുകൊണ്ട് എന്റെ കുഞ്ഞ് മൺമറഞ്ഞു പോയിരിക്കുന്നു. ഇങ്ങനെ എത്രയോ നൗഷാദുമാരുണ്ട് നമ്മൾക്കിടയിൽ, എത്രയോ നന്മ മരങ്ങൾ നമ്മൾക്കിടയിലുണ്ട്. പക്ഷെ നമ്മൾ കാണാതെ പോകുന്നുണ്ട് പലപ്പോഴും, അല്ലേ? അങ്ങനെ നന്മയും ഭാഗ്യവും ഇവിടുത്തെ കഷ്ടങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് കേൾക്കണം, എന്ത് കേൾക്കണ്ട, ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന് വിശകലനം ചെയ്യാൻ പറ്റാതെ ChatGPT റോബോട്ടുകളോട് നമ്മൾ ഉത്തരം ചോദിക്കുകയാണ്, ഏതാ ശരിയും ചോദിക്കുകയാണ്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കുമ്പോൾ ആരെ പക്ഷത്താ ന്യായമെന്ന് നമ്മൾ ചോദിക്കുകയാണ്, അല്ലേ? ഈ മരുന്ന് കഴിച്ചാൽ എന്താണ് ദോഷമെന്ന് ChatGPTയോട് നമ്മൾ ചോദിക്കുന്നത്. ഇന്നെല്ലാവരും ChatGPTയുടെ അതിൻ്റെയൊക്കെ ഫ്രണ്ട് റോ നമ്മൾക്ക് മെയിൻ ബോർഡിലേക്ക് നമ്മൾ എടുത്തിട്ടിരിക്കുകയാണ് പലരും. ഞാനും ഇടുന്നുണ്ട്, പലതും ChatGPTയോട് ചോദിച്ചു. വേറൊന്നും കൊണ്ട് റെസ്ക്യൂവിനെ കുറിച്ച്, ടീം റെസ്ക്യൂ, ഇതിനെ കുറിച്ച് ഞാൻ കുറെ അറിഞ്ഞിരുന്നവരെ കുറിച്ച്. ഏറ്റവും നല്ല രീതിയിൽ ഈരാറ്റുപേട്ടയുടെ ദേശങ്ങളിൽ ഈ സ്നേക് റെസ്ക്യൂ ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ പ്രളയവും കൊറോണയൊക്കെ വന്നപ്പോഴൊക്കെ ഇൻഡിവിജ്വലായിട്ടും സംഘടിതമായിട്ടൊക്കെ ഇവർ ചെയ്ത എത്രയോ പ്രവർത്തനങ്ങൾ ഈ നാട് മറന്നുപോയിട്ടില്ല. അപ്പൊ അവരൊന്നും കൂടെ സ്നേഹത്തിന്റെ ഒരുമയിൽ ഒരു കുടക്കുഴിലേക്ക് അവരൊന്നുകൂടെ അവർ വിപുലീകരണം നടത്തുകയാണ്. അതിന്റെ ഉദ്ഘാടനം വന്ന് നടന്നു. ജഗദീശ്വരൻ എല്ലാ ആയുസ്സും ആരോഗ്യം അവർക്ക് കൊടുക്കട്ടെ. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെസ്ക്യൂവിന്റെ ഒരു ആഴങ്ങളിലേക്ക് ഇങ്ങനെ ഞാൻ കണ്ടതാണ്. അപ്പോഴാണ് അഹമ്മദാബാദിൽ 12-ാം തീയതി നടന്ന എയർക്രാഫ്റ്റ് എയർ ഇന്ത്യ 717 വിമാന ദുരന്തത്തെ കുറിച്ച് വെറുതെ ഒന്നിങ്ങനെ അനലൈസ് ചെയ്തു. വെറുതെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അതിനകത്ത് 11 സീറ്റിനെ കുറിച്ചും ലോകത്ത് മൊത്തം ചർച്ച ചെയ്യപ്പെട്ടത് വിശ്വാസം എന്ന് പറയപ്പെടുന്ന പാതി ഇന്ത്യക്കാരനും ഒരു ബ്രിട്ടീഷ് പൗരത്വമുള്ള വ്യക്തിയാണ്. 40 വയസ്സുകാരൻ 850 അടി ഉയരത്തിൽ നിന്ന് 600 ഫീറ്റിലേക്ക് ചാടി രക്ഷപ്പെട്ടു. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഏജൻസികൾ ചോദിക്കുകയാണ്. താങ്കൾ ചാടിയതാണോ, താങ്കൾ എങ്ങനെ, അത് വിമാനത്തിന്റെ ഒപ്പം താങ്കൾ അതിലൂടെ നിലംപതിച്ചതാണോ? നോക്കണം, അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോൾ 1800 ഡിഗ്രി സെൽഷ്യസ് ചൂട് വമിക്കപ്പെടുന്നുണ്ട്. അത് ഉരുകി വരുന്ന സ്ഥലത്തെ സകല വസ്തുക്കളും നാമാവിശേഷമാകും. പക്ഷെ 1450 ഡിഗ്രിയിലാണ് 1,20,000 വരെ വരുന്ന വിമാനത്തിലെ ഏറ്റവും ഹൈ ഇൻഫ്ലുവൻസ് ആയ ഈ ഇന്ധനം കത്തിയത്, ബ്ലാസ്റ്റിംഗ് ഉണ്ടായത്. 1300 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടായിരുന്നു ആ പരിസര ദേശത്ത് മൊത്തം. മരങ്ങളെല്ലാം ഉണങ്ങി കരിഞ്ഞ് തവിടുപൊടിയായിപ്പോയി. മനുഷ്യൻ കൊണ്ട് അടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് 242 പേരിൽ ഒരുവൻ മാത്രം ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരാൾ നടന്നു പോവുക, വലിയ അത്ഭുതമല്ലേ? 650 അടി താഴ്ചയിലേക്ക് വീണിട്ടും ഈ കാലിന് മാത്രം ചെറിയൊരു ചട്ട് മാത്രമേ ഉള്ളൂ, ഒരു ഫ്രാക്ചർ പോലത്തെ ഉണ്ടായിട്ടില്ല. ഇവിടെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട ചില ചിന്തകളുണ്ട്. ചില ഭാഗ്യങ്ങൾ അങ്ങനെയാണ്, അല്ലേ? ചില ഭാഗ്യങ്ങൾ അങ്ങനെയാണ്. അതിന് ഭൂമി ചൗഹാൻ എന്ന് പറയപ്പെടുന്ന 35 വയസ്സുകാരി എയർ ഇന്ത്യക്കെതിരെ വിമർശനം നടത്തി. 4 പേര് ടിക്കറ്റ് ബ്ലോക്കായി പോയിട്ടുണ്ട്. ഒരുവൾ അഹമ്മദാബാദിലെ ട്രാഫിക് കുരുക്കിൽ പെട്ടുപോയി. ഒരു പെൺകുട്ടി 10 മിനിറ്റ് വൈകി പൊട്ടിക്കരഞ്ഞ് എന്നെ കേറ്റ് പ്ലീസ് തരുന്നുണ്ട്. പറ്റില്ല എന്ന് പറഞ്ഞു. സമൂഹ മാധ്യമത്തിൽ ഞാൻ പ്രചരണം നടത്തുന്നു പറഞ്ഞു. മേഡം ക്ഷമിക്കണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കുറിപ്പിട്ടു സമൂഹത്തെ, ആ പാസ്പോർട്ട് തന്നെ. ആ കുറിപ്പിട്ട് അത് അപ്ലോഡ് ചെയ്തു. ടാഗ് ചെയ്തതിനു ശേഷം തിരിഞ്ഞു നടക്കുമ്പോൾ വാർത്ത കാണുകയാണ്, ഞാൻ സഞ്ചരിക്കേണ്ട വിമാനം അതാ കത്തി അമർന്ന് മുഴുവൻ പേരും മരിച്ചിരിക്കുന്നു. ചില ഭാഗ്യങ്ങൾ അങ്ങനെയാണ്, അല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ ഭൂമി മൊത്തം മാറിയിട്ടുണ്ട്. അപ്പൊ അവനവനൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെയൊക്കെ ഭാഗവക്കുകൾ എന്താണ്, നമുക്കൊക്കെ എന്തെല്ലാം കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇന്ന് സമൂഹ മാധ്യമങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇന്നെല്ലാ മനുഷ്യരുടെയും വ്യക്തിബന്ധങ്ങൾ, വ്യക്തി അതിനപ്പുറത്തേക്ക് ഒരു ബന്ധങ്ങളുണ്ടല്ലോ, അല്ലെ? ആ ബന്ധങ്ങളെയൊക്കെ നമ്മൾ ഇന്ന് മനനം ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ അടുത്തിടയ്ക്ക് പത്തനംതിട്ടക്കാരനായ റെക്കിഡ് എന്ന് പറയുന്ന, ആൻഡ്രൂസ് എന്ന് പറയപ്പെടുന്ന വ്യക്തി നടത്തുന്ന ഒരു സ്ഥാപനമാണ് റെക്കിഡ് എന്ന് പറയുന്ന .enterprises എന്ന് പറയുന്ന US ലോസ് ഏഞ്ചലസിൽ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിനെ ഇന്റർവ്യൂ നടത്താൻ വേണ്ടി 10-30 പേരെ ക്ഷണിച്ചിരുന്നു. അവിടെ ഫൈനലായിട്ട് US ബേസിലായിട്ടുള്ള പാതി മലയാളി ബേസിലുള്ള ആളുകളെയാണ് അതിനകത്ത് റിക്രൂട്ട് ചെയ്യുന്നത്, ഏജൻസി ചെയ്യുന്നത്. അവിടെ 16 പേര് ഇന്റർവ്യൂവിന് വന്ന് ഇരിക്കുമ്പോൾ ഈ 16 പേരോടും ഈ ആൻഡ്രൂസ് വെച്ച് ചോദ്യമുണ്ട്. 26 വയസ്സാലും ചോദിക്കുക 16 പേരോടും. ഇവിടെയുള്ള ചെറിയ മക്കളോടൊക്കെ ഞാൻ പറയണം, ഓർത്തോണം കേട്ടോ, നിങ്ങളോടൊക്കെ ഈ ചോദ്യം ചോദിക്കും. നിങ്ങളെല്ലാം മനസ്സിലോർക്കണം, ഞാൻ എന്താണ് സോഷ്യൽ മീഡിയക്കകത്ത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ ഞാൻ അക്കൗണ്ട് എടുത്തതെന്ന് നിങ്ങൾക്ക് ഓർത്ത് നോക്കണം. ഇന്ന് തന്നെ ഓർക്കണം, വീട്ടിൽ പോയിട്ട് എന്നാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിനകത്ത് അക്കൗണ്ട് തുടങ്ങിയത്, എന്നാണ്
നമുക്ക് ഉത്തരം കിട്ടും 2021, 2020, 2017 ഫേസ്ബുക്ക് ചിലർ 10 വർഷം മുമ്പ് എടുത്തിട്ടുണ്ടൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എത്ര ഫോളോവർ ഉണ്ട്, നമ്മൾ എത്ര പേരെ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്? സോഷ്യൽ മീഡിയ പേജിനകത്ത് ഞാൻ എന്തെല്ലാമാണ് ഞാൻ സമൂഹത്തിന് കൊടുത്തത്? ഒരു ഇൻസ്റ്റഗ്രാമിനകത്തത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ചോദ്യം പറയുന്നുണ്ട്, ലോകത്തിലെ 198 രാജ്യത്തെ സകല ജാതി മനുഷ്യരോടും നിങ്ങൾക്ക് ആശയവിനിമയം നടത്താം, സൗഹൃദങ്ങൾ സൂക്ഷിക്കാം, നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. ലോട്ട് ഓഫ് ഇൻകം നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാക്കാം, ഡോളർ ബേസ് ഇൻകം ഉണ്ടാക്കാൻ പറ്റും, നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റും, നല്ല ത്രെഡുകളും നല്ല ഇമേജുകളും നല്ല പ്രകൃതിയെ ഇണങ്ങുന്നതും ഒക്കെ നിങ്ങൾക്ക് ആശയങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം വിഭാവനം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾ ചെയ്തത് ചോദിക്കും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാവും. ആ കമ്പനി ചോദിച്ചത്, ആൻഡ്രൂസ് ചോദിച്ചത്, ഐ ഡോണ്ട് വാണ്ട് സർട്ടിഫിക്കറ്റ്, യു വാണ്ട് യു ഓപ്പൺ യുവർ ഫേസ്ബുക്ക് ID. നിങ്ങളത് ഓപ്പൺ ആക്കാനാ പറഞ്ഞത് പരസ്യമായിട്ടും. ആ പറഞ്ഞു തരാ ആലപ്പുഴ സ്വദേശിയോടെ പറയുന്നു. ഫേസ്ബുക്കിൽ അതിനെ കുറിച്ച് വിശദമായി കൊടുത്തത് ജീബക് എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് പറയാണ്, നിങ്ങളുടെ ഫേസ്ബുക്ക് ID ഓപ്പൺ ആക്കാൻ പരസ്യമായിട്ടും താല്പര്യമുണ്ടോ? യെസ്. അത് ഓപ്പൺ ആക്കിയപ്പോഴാണ് അതിനകത്ത് കുറേ സംഭവങ്ങളാ. 9 കുളങ്ങൾ മാലിന്യ നിർമ്മാർജ്ജനമാക്കിയിരിക്കുന്നു. ആലപ്പുഴയുടെ ദേശങ്ങളിൽ 9 കുളങ്ങൾ വൃത്തിയാക്കിയിരിക്കുന്നു. ആ കുളത്തിലെ മാലിന്യങ്ങളൊക്കെ മാറ്റി അവിടെ നീന്തൽ പഠിപ്പിക്കാൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ഈ 21 വയസ്സുകാരൻ 17 വയസ്സിൽ തുടങ്ങിയതാണ്. പ്രകൃതിയോട് ഇഷ്ടം തോന്നുന്ന ചെറുപ്പക്കാരൻ, നട്ട മരങ്ങളും വളർന്ന മരങ്ങളും കായ്ച്ചതും മാവ് കായ്ച്ചതും പാതയോരങ്ങളിൽ അച്ഛൻ്റെ ഒപ്പം പോയി വെള്ളം നനച്ച് വളർത്തിയ മാവ് പൂവിട്ടതെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറലോകത്തെത്തിക്കുന്ന ഒരു 13-14 വയസ്സുകാരൻ വളർന്ന് 21-22 വയസ്സായപ്പോ അവന് ഈ അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയിൽ അവന്റെ പ്രവർത്തനത്തെ മാനിച്ചുകൊണ്ട് അവന് റാങ്ക് 1 റാങ്ക് കൊടുത്തിരിക്കുന്നു. അല്ലേ? നമുക്കൊക്കെ ബിരുദമൊക്കെ ഉണ്ടാവും. പക്ഷെ വരും കാലങ്ങളിൽ നമ്മോട് ചോദിക്കും, നിങ്ങൾ സമൂഹത്തിന് വേണ്ടി സോഷ്യൽ മീഡിയ ബന്ധത്തിനകത്ത് എന്ത് കൊടുത്തു ചോദിക്കും. അപ്പൊ നമ്മളെല്ലാം പറയണം, നമുക്ക് എന്താ പറയാ, ഞാൻ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല, ഞാൻ കുറെ പേഴ്സണൽ ചാറ്റിങ് നടത്തി, വേറൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അല്ലേ? മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കട്ടെ എന്നേ, അവരെ നല്ല വീഡിയോ ഞാൻ പ്രേരിപ്പിക്കണം, നല്ല ക്രിയേറ്റിവിറ്റി കൊടുക്കണം, ഒരു ചെറിയൊരു ത്രെഡ് കൊടുക്കണം, ഇതിനെക്കുറിച്ച് മോൻ പറയണം, അവൻ പറയുമ്പോൾ പ്രോത്സാഹിപ്പിക്കണം, ഗ്രൂപ്പുകൾ അവന് വേണ്ടിയിട്ട് ചർച്ച നടത്തണം, വീണ്ടും അടുത്തൊരു സ്റ്റെപ്പിലേക്ക് അവൻ മകൻ കയറും. അതാണ് ലഹരി. മൊബൈൽ ഫോൺ ലോകത്തെ ഏറ്റവും വലിയ ലഹരി വസ്തു ഏതാന്ന് ചോദിച്ചാൽ ഈ സാധനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി വസ്തു ഏതാന്ന് ചോദിച്ചാൽ ഇതാണ് ഏറ്റവും വലിയ ലഹരി വസ്തു. പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ നല്ല ഒരു ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്സ്, ഏറ്റവും നല്ല വിവര സാങ്കേതിക വിദ്യ അടങ്ങിയിരിക്കുന്ന ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് നീളമുള്ള 2 ഇഞ്ച് വീതി നീളമുള്ള ഇലക്ട്രോണിക് സാധനം എന്ന് വെച്ചാൽ ഇതാണ്. ഒരുപാട് സംവിധാനത്തോട് നടത്താൻ പറ്റും. ഞാൻ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ പ്രതിമാസം വരുമാനം ഉണ്ടാക്കുന്ന ഇതിനെ കൊണ്ട്. ഒരു പ്രതിമാസം ഒരു 1,67,000 രൂപയാണ് കഴിഞ്ഞ മാസം എൻ്റെ മോണിറ്റേഷൻസ്, എൻ്റെ ഫേസ് മോണിറ്റേഷൻ 6 ലക്ഷം പേര് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഇതിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. പക്ഷേ ഓർക്കേണ്ടത്, ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഇതിന്റെ ദുരന്തത്തിൽ പെട്ടുപോവുകയാണ്. 13,748 കുട്ടികളാണ് ചൈൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന മൊബൈലുമായി വിവിധ ആപ്പുകൾ, എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സൗഹൃദങ്ങളിലും ഇടപെട്ട് അത് ശരിയാണെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിപ്പോയ കുട്ടികളുടെ കണക്കാണ് 14,000-അടുക്കുന്നു കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഈ ഇന്ത്യ രാജ്യത്തിനകത്ത്. പ്രണയം നിരാകരിച്ചു, അതിനെതിരെ വിലപേശ തുടങ്ങി. എൻ്റെ കയ്യിലെല്ലാം ഉണ്ട്, നീ അയച്ചതൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് 14 വയസ്സുകാരിയെ പേടിപ്പിക്കുന്നു. 19 വയസ്സുകാരിയെ പേടിപ്പിക്കുന്നു, നീ അയച്ചത് വീഡിയോ കോൾ എൻ്റെ കയ്യിലുണ്ട്, മൊത്തം ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, നീ ഇത് പോകുന്ന കാണണം. പിന്തിരിഞ്ഞ് നടന്നു, അവൾ അതിനെ നിഷേധിച്ചു. ആരോടും പറയാനില്ല 14 വയസ്സുകാരിക്ക്. 17 വയസ്സുകാരിക്ക് ആരോടും പറയാനില്ല. ആ പാലക്കാട്ടുകാരിക്ക് പറഞ്ഞാൽ അച്ഛൻ വീട്ടിൽ തല്ലും, അമ്മ തല്ലും. പിന്നെ ആരോടാ പറയാ? ആ കുഞ്ഞ് നെഞ്ചിരാത്തിട്ടെല്ലാം ഉരുകി അവൾ പറ്റ മെലിഞ്ഞു പോയി. ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി, അവൾ ഭക്ഷണം കഴിക്കണില്ല എന്ന് പറഞ്ഞു. അവസാനമാണ് ഒരു കൗൺസിലിംഗ് കൊണ്ടുപോകാൻ കൗൺസിലിംഗ് മുമ്പിൽ വെച്ചിട്ടാണ് കുട്ടി ഹൃദയം പൊട്ടി പറയണത്. അമ്മയോട് പറയാൻ വയ്യ, കൂട്ടുകാരോട് പറയാൻ വയ്യ, ആരോടും പറയാൻ വയ്യ. കാര്യം എന്താ? എന്നെ നഗ്നചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. എനിക്ക് പഠിക്കാൻ പറ്റണില്ല, ഉറങ്ങാൻ പറ്റണില്ല, ഉണ്ണാൻ പറ്റണില്ല. കാര്യം എന്താ? പക്വതയില്ലാത്ത സമയത്ത് അവൻ ശരിയാണെന്ന് തോന്നിക്കൊണ്ട് അവനുമായിട്ടുണ്ടാകുന്ന ചാറ്റിങ്ങിനകത്ത് അവന് വേണ്ടി അവന്റെ നയനസുഖത്തിനായി അവന്റെ പദസമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞിന്റെ പലതും ചോദിച്ചു വാങ്ങി അവരെല്ലാം സൂക്ഷിച്ചു വെച്ചു. പക്ഷെ അവളുണ്ടോ? ആ മകളുണ്ടോ? അതെല്ലാം അറിയണം. അവളെ അപ്പെല്ലാം ഡിലീറ്റ് ചെയ്യുമല്ലോ. കാര്യം എന്താ? പെൺകുട്ടികളെ പൊതുവെ അങ്ങനെയാണല്ലോ, അച്ഛൻ കാണും, അമ്മ കാണും, ആങ്ങളെ കാണുന്ന പറഞ്ഞിട്ട് കുട്ടിയെല്ലാം ഡിലീറ്റ് ചെയ്യും പെൺകുട്ടികൾ പൊതുവെ. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന രഹസ്യം അതെല്ലാം സൂക്ഷിച്ചു വെച്ചു. കാര്യം എന്താ? പിന്നീടൊന്ന് കാണാൻ, പിന്നീടൊന്ന് ചർച്ച ചെയ്യാൻ, അത് വെച്ചൊന്ന് വിലപേശാൻ. ഇങ്ങനെ ഈ വിലപേശലും ചർച്ചയും ഒക്കെ നടന്നത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഏകദേശം 1221 കുട്ടികളുടെ മുഖമാണ് ആസിഡ് പോലെ മാരകമായ പദാർത്ഥങ്ങൾ ഒഴിച്ച് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ രാജ്യത്ത് നിന്നും ആ മുഖം വികൃതമാക്കപ്പെട്ടു. ചെറിയ കണക്കല്ല.
മൂർച്ചേറിയ ആയുധം കുത്തിക്കയറ്റിയത് 3000-ത്തിനടുത്താണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ. പ്രണയം നിരാകരിച്ചവരുമായി. പ്രണയം നിരാകരിച്ചതല്ലോ അവൾ. കാര്യം എന്താ? അവൻ ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പം, അവൻ ഉദ്ദേശം ശരിയാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഈ കുട്ടി തിരിഞ്ഞു നടന്നതാണ്. ആ തിരിഞ്ഞു നടക്കാൻ സമ്മതിച്ചില്ല, ഇല്ലായ്മ ചെയ്തു. വാഹനം ഇടിപ്പിച്ചിട്ടും കത്തികൊണ്ട് കുത്തിയും ആസിഡ് ഒഴിച്ചിട്ടും അപായപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും എല്ലാം. അതിനകത്ത് ഏകദേശം നോക്കണം 25% കുട്ടികളും ഭീഷണി മൂലം സ്വയം ജീവിതം ഒടുക്കി ഒരു കയറിന് തുമ്പത്തേക്ക് തൂങ്ങിക്കിടന്നവരാ. ഇങ്ങനെ കാര്യം എന്താ? എൻ്റെ എല്ലാം അവൻ്റെ കയ്യിലുണ്ട്, ഇനി ജീവിക്കണ്ട, എല്ലാം അവൻ്റെ കയ്യിലുണ്ട്, ജീവിക്കണ്ട. ഇങ്ങനെയാണ്. അപ്പൊ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്, സുന്ദരമായ ലോകമെന്ന് പറയപ്പെടുന്നത് ഏറ്റവും മനോഹരമാണ് ജീവിതം. അത് ജീവിതം ലഹരി എന്ന് പറയുന്ന ഒരു ജീവിത സമർപ്പണമാണ് നമ്മുടെയൊക്കെ ജീവിതം. അതാണ് ലഹരി. അതിനാവട്ടെ നിങ്ങളുടെയൊക്കെ ജീവിതം മുൻപോട്ട് നയിക്കപ്പെടേണ്ടത്. കാരണം കേവലം ഈ കുഞ്ഞ് സമയങ്ങളിൽ ഞാൻ കുറച്ച് കാര്യം നിങ്ങളോട് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് നമ്മളായിട്ട് ബേസ് ആയിട്ട് കുറച്ച് കാര്യം നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതിനൊന്ന് ഇളക്കാനോ തട്ടാനോ ഒന്നും നമുക്ക് പറ്റില്ല. ചിലപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ മാനസികമായിട്ടൊരു പരിവർത്തനമൊക്കെ നമുക്കുള്ളിൽ ഉണ്ടാവും. ഒന്ന് ചിന്തിക്കണം, ഒന്ന് മാറാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്തണം എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ സ്ഥായിയായി അത് ഇളക്കം വരണമെങ്കിൽ അവനവൻ്റെ ഉള്ളിൽ തന്നെ ഒരു ആത്മഹിത പരിശോധന നമ്മൾ നടത്തണം. എങ്ങനെ നമുക്ക് ചേഞ്ച് ആകാൻ പറ്റും, എങ്ങനെ നമുക്ക് നോ പറയാൻ പറ്റും, എങ്ങനെ നമുക്ക് ചില തഴകിയ ദോഷങ്ങളെ തടുത്തു നിർത്താൻ പറ്റും, എങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഊഷ്മളയാക്കാൻ പറ്റും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നിങ്ങൾ സന്തോഷമുള്ളവരാണോ? എല്ലാവരും സന്തോഷമുള്ളവരാണോ? ഒന്നിലേക്ക് സാമ്പത്തികം, ശാരീരികം, മാനസികം, സാമൂഹികപരമായ പ്രശ്നങ്ങൾ, അയൽവക്കത്തെ പ്രശ്നങ്ങൾ, വീട്ടിനകത്ത് ഭാര്യയുടെ പ്രശ്നങ്ങളായിട്ടുള്ള ഭർത്താവിന് പ്രശ്നമായിട്ട് ഭാര്യ, ഇനി ഭർത്താവിൻ്റെ അച്ഛനും അമ്മയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു സഹോദരി, ഇങ്ങനെ വ്യത്യസ്ത മേഖലകൾ സങ്കടം അനുഭവിക്കുന്നുണ്ട് നമ്മൾ പലരും, അല്ലേ? മക്കള് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയിട്ടില്ല, അഡ്മിഷൻ കിട്ടിയിട്ടില്ല, ഓവർലോഡ് നമ്മൾ എടുക്കുന്നു, ഇനി എത്ര കാലം എങ്ങനെ എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെടുന്ന കുട്ടികൾ. ഇല്ലെങ്കിൽ എനിക്ക് ശരിയാണോ ഇത്, അല്ലെങ്കിൽ ഞാൻ കമ്മിറ്റഡ് ആയി പോയി, അവൻ്റെ വരുതിയിലാണ് ഞാൻ, അവൻ പറയുന്ന പോലെ ഉണ്ണടാ ഒരുങ്ങടി, അത് ഇടണ്ട ഇതിടണം, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, എഴുന്നേക്കണം കിടക്കണം നടക്കണം, എന്തിനും ഏതിനും ഒരു പെർമിഷൻ ചോദിക്കുന്ന ഒരു റിലേഷൻഷിപ്പിലൊക്കെ നമ്മളൊക്കെ പോയിട്ട് നമ്മളല്ലാതെ നമ്മൾ അസ്വസ്ഥപ്പെടുന്നുണ്ട് പലപ്പോഴും. ഇവിടെ എല്ലാം നമ്മളോട് പുനർവിചിന്തനം നടത്തണം നമ്മൾ പലപ്പോഴും, അല്ലേ? അപ്പൊ നോക്ക്, ലഹരി എന്ന് പറയുന്ന ഈ കലികാലത്തിനകത്ത് ശ്രദ്ധിക്കേണ്ടത് അവനവൻ തന്നെ ഒരുക്കുക വേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ പോവാണ്. ശ്രദ്ധിക്കണം. ഈ പെൺകുട്ടി ഞാൻ പറഞ്ഞു, ആദ്യം പെൺകുട്ടി ഞാൻ കയറി ഇങ്ങനെ പോയതാ. പെൺകുട്ടി കൊടുത്ത പരാതിയിൽ അന്വേഷിച്ചത് എന്താ ഈ കോട്ടയം ജില്ല എന്ന് പറയപ്പെടുന്ന ഈ അച്ചടികളുടെ, ഈ മലയാളത്തിലെ അച്ചടികളുടെ നഗരം ഇന്ന് 199 പെൺകുട്ടികൾ, 21 വയസ്സ് താഴെയുള്ള പെൺകുട്ടികൾ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ആയ MDMAക്ക് അഡിക്റ്റഡ് ആണ്. 191 കുട്ടികൾ നോക്കണം, 191. ഏറ്റവും കൂടുതലുള്ളത് എറണാകുളം ജില്ലയിലാണ്. 755 കുട്ടികൾ ഈ പറയുന്ന MDMAക്ക് അഡിക്റ്റഡ് ആണ്. അതും 21 വയസ്സ് താഴെയുള്ളതാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം പറയാം, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. എങ്ങനെയാണ് ഇത്രയും പെൺകുട്ടികൾ ഇതിന് അഡിക്റ്റഡ് ആയത്? എങ്ങനെയാണ്? ഇതിന്റെ 99% പെൺകുട്ടി അഡിക്റ്റഡ് ആയിരിക്കുന്നത് ചതിയിലൂടെയാണ്. അതെങ്ങനെയാണെന്ന് പറയാൻ പോണത്. അപ്പം ഈ കുട്ടിയുടെ പരാതിയിലാണ് അതിനകത്ത് എൻക്വയറി കമ്മീഷൻ അതിനകത്ത് അന്വേഷണം നടത്തി. അവസാനം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്നു അതിന്റെ ടീമിനെ ബിൽഡ് ചെയ്തത്. അങ്ങനെയാണ് അന്വേഷണം ചെന്നെത്തുന്നതൊക്കെ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടാണ്. കേരളത്തിലെ 2 യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ടൊക്കെ വന്നിരുന്നു കാര്യങ്ങളൊന്നും ഞാൻ അവിടെ വെളിപ്പെടുത്തുന്നില്ല. അവസാനം ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടി പോയ Y2K ഈ കോർഡിനേഷനാണ്. Y2K കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഏറ്റവും ഫേമസ് ആയ Y2K ആണ്. ബാംഗ്ലൂരിലൊക്കെ അത് സ്റ്റോപ്പ് ചെയ്തു, പക്ഷെ പുതിയ പേര് വീണ്ടും ഇറങ്ങി. റോസ്ബോൺ എന്ന് പറഞ്ഞ പുതിയ പേരിൽ ഇറങ്ങിയത് Y2K. ഇപ്പൊ ഏറ്റവും റീസെന്റ് ഇപ്പം നിൽക്കുന്ന Y2K, അതായത് സ്റ്റെപ്പുകൾ ഇങ്ങനെ വെക്കുന്ന ഒരു പ്രത്യേക സ്റ്റെപ്പ് വെക്കുക, ഇങ്ങനെ ഡാൻസ് ചെയ്ത് നടക്കുക, ബാക്കിലോട്ട് നടക്കുക, ഫ്രണ്ടിലോട്ട് നടക്കുക. അവർ പഠിപ്പിക്കുന്ന വിചിത്രമായ പഠിത്തം അവിടെ നടക്കണം. തല താഴോട്ടാക്കി കിടക്കണം, രക്തയോട്ടം തലയിലേക്ക് വരണം, പ്രഷർ കയറുമ്പോൾ മുഖകാന്തി വർദ്ധിക്കും, ഫേസിന് ഗ്ലോ ഉണ്ടാവും. അതുപോലെ തന്നെ കുട്ടികൾ നടക്കുന്ന പോലെ പുറകോട്ട് നടക്കണം. പുറകോട്ട് നടക്കുമ്പോൾ നമ്മുടെ മടമ്പല്ല, നമ്മുടെ ടോയാണ് നിലത്ത് ഭൂമിയിൽ സ്പർശിക്കുക. നിങ്ങൾ നടന്നു നോക്കുന്നൊക്കെ പറയും, നടന്നു നോക്കാനൊക്കെ പറയും. ഇങ്ങനെ വിചിത്രമായ ചില സംഭവങ്ങളാണ് ആ ഒരു എക്സ്പെരിമെന്റ് ആ ക്ലാസ്സിൽ കൊടുക്കുന്നത്. ഇത് ശരിയാണെന്ന് തോന്നുന്ന ചില യങ്സ്റ്റേഴ്സുകൾ അവിടെ കയറണമെങ്കിൽ അവിടെ ഇന്നർ വെയറുകൾ ഉപയോഗിക്കാൻ പാടില്ല, അവരുടെ വാച്ചുകൾ, പേനകൾ, തലയിലെ ക്ലിപ്പുകൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് ഒരു ബ്ലാക്ക് ഗൗൺ ഉണ്ട്, കട്ടിയുള്ള ഗൗൺ, കഴുത്തറ്റമുള്ള ഗൗൺ ഉപയോഗിക്കണം. എന്നതിന് ശേഷം സ്വയം അവിടെ പരിശോധന നടത്തിയിട്ട് വേണം ഹാളിലേക്ക് കയറാൻ. 100 പേർക്കുള്ള സീറ്റാണ്. അവിടെ Y2K ആണ്. ആദ്യം സെമി ആയിട്ട് സ്പീച്ച്, പിന്നെ ഒരു ഈ പറയുന്ന ബ്രീത്ത്, അതിന് ശേഷം ഒരു ബോഡി ഒരു ഡാൻസിങ് പോലെ, ബ്ലിങ്ക് ഡാൻസ് പോലെ. ആഫ്റ്റർ എല്ലാത്തിനും ശേഷം പിന്നെ പുറത്ത് ഓപ്പൺ എയറിനകത്ത് റീഫ്രഷ്മെന്റ് ഏരിയ. ഈ റീഫ്രഷ്മെന്റ് ഏരിയയിൽ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ പറയുന്ന MDMAക്ക് അടിമപ്പെട്ടിരിക്കുന്നത്. ഇനി നോക്കണം, ഇതിപ്പോ ഒരു സദസ്സാണ്. ഇതിന്റെ പേര് പാർട്ടി എന്ന് വേണം. നമുക്കൊരു പാർട്ടിയാണല്ലോ. ഇവിടെ ഏതെങ്കിലും ഒഴിഞ്ഞ കസേര എനിക്ക് വന്നിരുന്നിട്ട് വേണം മാഡത്തിന്, എനിക്ക് കൗൺസിലർക്ക് വേണം MDMA കൊടുക്കാൻ പറ്റും. ആരും അറിയാതെ കൊടുക്കാൻ പറ്റും.
ഒരു മദ്യം എനിക്ക് കൊടുക്കാൻ, അവർക്ക് ഇപ്പുറത്ത് കൊടുക്കാൻ പറ്റത്തില്ല. മദ്യം അത് സ്മെല്ലുണ്ടോ, ഒഴിക്കുമ്പോൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ എല്ലാവരും കാണുമല്ലോ. ഇല്ല സിഗരറ്റ് കൊടുക്കാൻ പറ്റുമോ, ഒന്നാമതില്ല കഞ്ചാവ് നിറച്ച് കൊടുക്കാൻ പറ്റുമോ, പറ്റില്ല. ബ്രൗൺ ഷുഗർ കൊടുക്കാൻ പറ്റുമോ, ഇല്ല. കാര്യം എന്താ, ബ്രൗൺ ഷുഗർ സ്പൂൺ വേണം, മടിയെ ഫയർ കൊടുക്കണം, പൈപ്പ് വേണം, ആ പുക ഇൻഹേൽ ചെയ്യണം. ഇനി ഈ ഹെറോയിൻ ആഴ്ചക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെയൊക്കെ പ്രോസസ്സിംഗ് ഒക്കെ ഡിഫറെൻറ്റ് മെത്തേഡാണ്. സോ ഈ സദസ്സിൽ വെച്ചിട്ട് ഞാൻ മാത്രം അറിഞ്ഞുകൊണ്ട് ഒരു ഇരയറിയാതെ MDMA എന്നറിയപ്പെടുന്ന ഈ രാസലഹരി കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇന്ന് 198 രാജ്യം, ഏറ്റവും ചെറിയ വത്തിക്കാൻ തുടങ്ങി ഏറ്റവും റഷ്യ വരെ പരന്നു കിടക്കുന്ന 198 രാജ്യങ്ങളും ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം ആറ്റം ബോംബും അണുബോംബും അല്ല, ഈ സിന്തറ്റിക് ഡ്രഗാണ്. ഈ 3,4-മെത്തലിൻ ഡയോക്സി മത്താംഫിറ്റം എന്നറിയപ്പെടുന്ന 29 തന്മാത്രകൾ, ആറ്റംസ് അടങ്ങിയ കാർബൺ 14, ഹൈഡ്രജൻ 11, നൈട്രജൻ 2, ഓക്സിജൻ 1 അടങ്ങുന്ന 29 തന്മാത്ര അടങ്ങിയിരിക്കുന്ന ഈ സിന്തറ്റിക് ഡ്രഗ് 17 ഡിഗ്രി ശൈത്യത്തിൽ ചൂട് ഊഷ്മത മോളോട്ട് ഉയർന്നാൽ മെൽറ്റായി പോകുന്ന ക്രിസ്റ്റൽ കല്ലുകൾ പോലുള്ള സാധനമാണ് ഇന്ന് നമ്മുടെ ഈ കേരളത്തിന്റെ മുക്കിന് മൂലയിലെല്ലാം ഇവിടെ ഇരുന്നോണ്ട് നമുക്ക് ഡാർക്ക് വെബിൽ ഓർഡർ ചെയ്താൽ ഇവിടെ കിട്ടും. ഇപ്പൊ ഡാർക്ക് വെബിൽ ഇവിടെ ഓർഡർ ചെയ്താൽ ഇവിടെ കിട്ടും. പക്ഷേ 5 മിനിറ്റ് സാധനം വരും. ഈരാറ്റുപേട്ടയിൽ ഇന്ന KSRTC അടുത്തല്ലേ തൊട്ടപ്പുറത്ത് ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ ചിത്രവും ഒരു ലൊക്കേഷനും വരും പൈസ എടുത്തി കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ലൊക്കേഷൻ പ്രകാരം പോകും. നമ്മൾ 161B എന്ന് പറയുന്ന ഇലക്ട്രിക് പോസ്റ്റ് എത്തി, 162 എത്തി, 163 എത്തി. ഇത് നോക്കുമ്പോൾ 164 ഇലക്ട്രിക് പോസ്റ്റ് എത്തി. അതിന്റെ അടിയിൽ കറുത്ത ഗവർണർ സാധനം ഉണ്ടാവും കൃത്യമായിട്ട്. കൊടുക്കുന്ന ആളെയും കാണില്ല, വാങ്ങുന്ന ആളെയും കാണുന്നില്ല. നോക്കണം, ഡാർക്ക് വെബിലൂടെ കൈമാറ്റം. അതുകൊണ്ട് പോലീസ് എക്സസിൽ പിടിക്കപ്പെടാൻ ബുദ്ധിമുട്ട്. നോക്കണം, 1 ഗ്രാമിന് 5000 രൂപ വില വരുന്ന ഈ സാധനം ഇന്ന് വ്യാപകമായിട്ട് നമ്മൾക്കിടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇനി കേട്ടോണം, ബാക്കി കേട്ടോ. ഈ സാധനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇവന് രുചിയില്ല, മണമില്ല, നിറമുണ്ട്, മണമില്ല. നോക്കണം, രുചിയില്ല, മണമില്ല. സെൻസറുകൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. എത്ര വേണം ശരീരത്തിനകത്ത്? ഒരു ചായ കാപ്പി കുടിക്കാതെ ഇവിടെ കൈവക്കിയ ആളുകളൊക്കെ അല്ലേ, എത്ര വേണമെന്നറിയോ? നമ്മൾ ഈ സാധനം ശരിക്കും ഈ ക്രിസ്റ്റൽ കൽക്കണ്ടം പോലുള്ള ഈ കല്ല് നമ്മുടെ ഈ തമ്പ് വിരലും ഈ ചൂണ്ട് വിരലും വെച്ചിട്ട് നമ്മൾ ഒരു 400 ഗ്രാം, ഒരു 400 ഗ്രാം എത്ര ഉണ്ടാവും? അത്ര പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും 4 സിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊടിയും, പൗഡർ പോലോ, മുഖത്തെടുത്ത പൗഡർ പോലോ. എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിവിടെ ആരെയും ടാർഗറ്റ് ചെയ്തു. ഈരാറ്റുപേട്ടയിലുള്ള നല്ല വ്യവസായി ഒരാളുടെ മകളാണ്. മകള് ജോർജിയയിലെ റഷ്യയിലെ MBS പഠിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഉണ്ട്. ഇവിടെ എനിക്ക് ടാർഗറ്റ് ചെയ്യണം, എനിക്ക് ഇവളുടെ പൈസയൊക്കെ അടിച്ചു മാറ്റാൻ, ഇവിടെ എനിക്ക് ഉപയോഗിക്കണം. അങ്ങനെ ഒന്നും ഇവിടെ പറ്റത്തില്ല. ഇവിടെ നല്ല ബോധവും ബുദ്ധിയുള്ള വീട്ടിൽ നിന്ന് വന്നവളാണ്. അപ്പൊ എനിക്കെന്ത്, ഞാൻ അവളുടെ കമ്പനിയൊക്കെ കൂടി അവസാനം എനിക്ക് തോന്നി ഇതല്ലാതെ മാർഗമില്ല. അപ്പൊ എത്ര കൊടുക്കണം നോക്ക്. ഒരു നമ്മൾ മുഖത്തെടുത്ത പൗഡർ പോയി എടുത്ത് സങ്കല്പിച്ച് നിങ്ങളൊരു മൊബൈലിലെ സ്ക്രീനിലൊന്ന് ഇട്ട് നോക്കി, കുറച്ച് പൗഡർ എടുത്തിട്ട് മുഖത്തെടുത്ത് എന്തെങ്കിലും സ്പോൺസർ കുട്ടി കുറെ പൗഡർ മൊബൈൽ ഇട്ട് നോക്കി, എന്നിട്ടൊരു മുട്ടുസൂചി എടുക്കുക. മുട്ടുസൂചി, ഈ മുട്ടുസൂചി എടുത്തിട്ട് ഈ ഇട്ടിരിക്കുന്ന ഈ MDMA പൗഡർ എടുത്ത് സങ്കല്പിച്ച അതിലേക്കൊന്ന് കുത്തുക എങ്ങനെ. എന്നിട്ട് മുട്ടുസൂചിയുടെ അഗ്രത്തിൽ എത്ര ഉണ്ടെന്ന് ഒരു 16 Pro Max അല്ലെങ്കിൽ ഈ 25 അൾട്രയിൽ മൊബൈലൊക്കെ ഒരു ഫോട്ടോ എടുക്കുക, എന്നിട്ട് സൂം ചെയ്ത് നോക്കുക. ആ മുട്ടുസൂചിയുടെ അഗ്രത്തിൽ എത്ര ഉണ്ടാവും നോക്കിയാൽ മതി. അത് മതി. നമ്മുടെ ആന്തരിക അവയവത്തിലേക്ക് ചെന്നാൽ അത് മതി. ഈ ബ്രെയിൻ 3000 to 6000 ദ ലെവൽ ഓഫ് അഡിക്ഷൻ, ബ്രെയിനെ അടിമപ്പെടുത്തുന്നത് മതി. എങ്ങനെ ഇത് കൊടുക്കുന്നത് എങ്ങനെയാ? ഞാനിവിടെ വന്നിരുന്നോ, കസേരയിരുന്നു. എനിക്കിപ്പോ മാഡത്തിന് എങ്ങനെയും കൊടുക്കണം. എന്റെ നഖത്തിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, നന്നാക്കി അമർത്തി ഞാൻ പൊടിച്ചിട്ട് നഖത്തി വെച്ച് സ്റ്റാമ്പ് ചെയ്തു. 2 നഖത്തിലും വെച്ച് ഒരു 1/2 ഗ്രാം സാധനം വാങ്ങി നഖത്തി വെച്ചു, എല്ലാ നഖത്തിലും വെച്ച് സ്റ്റാമ്പ് ചെയ്തു. ഒരു നഖത്തിലുള്ള സാധനം എടുത്ത് പുറത്തിട്ട് നോക്കിയാൽ ഒരു 2000 മുട്ടുസൂചിക്കത്തുള്ളത് ഈ നഖത്തിനകത്ത് വെക്കാൻ പറ്റും. വെള്ളം കൊടുക്കുന്നത് ബേസ്, എല്ലാത്തിൻ്റെയും കണ്ടിരുന്ന ബേസ് എന്താണ്? വാട്ടറാണ്. ബേസ് എന്താ? 2 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ പ്ലസ് 1 ഓക്സിജൻ ഇസിക്കൽ ടു H2O വാട്ടർ. MDMA എന്താ? 3,4-മെത്തലിൻ ഡയോക്സി മെത്താംഫെറ്റമിൻ. 29 atoms will be then carbon, nitrogen, hydrogen, oxygen. 29 atoms within 3 seconds. 1, 2, 3 സെക്കൻഡിനുള്ളിൽ ഒരു ഗ്ലാസോ ചായയോ കോഫിയോ അടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാനത് വാങ്ങിയിട്ട് ചാവിയോ പേരെ നിലത്തിട്ട് മേഡം ഒന്ന് എടുക്കുമോ ചോദിച്ചു. ഉരിഞ്ഞ് എടുക്കുന്നുള്ളിൽ അവര് കുടിച്ച കോഫിയോ ചായക്കത്തോ എന്റെ വിരൽ ഞാൻ അമർത്തി വെച്ചു. ഒരു 1, 2, 3 സെക്കൻഡിൽ അമർത്തി വെച്ചത് വിരല്. ആ 3 സെക്കൻഡിനുള്ളിൽ ഈ ചായക്കത്തോ കോഫിക്കത്തോ വെള്ളത്തിനകത്തോ ഇത് കെമിക്കൽ ഓക്സിഡേഷൻ റിയാക്ഷൻ സംഭവിക്കും. വെള്ളത്തിൽ ചേഞ്ച് ഒന്നും കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല. ആ വെള്ളം കുടിക്കുന്ന മാത്രയിൽ ഏകദേശം 2000-3000 മുട്ടുസൂചിക്കത്തുള്ള ലഹരി പദാർത്ഥം നിമിഷ നേരം കൊണ്ട് ആന്തരിക അവയവത്തിലേക്ക് വന്നു. പിന്നെ കഴിച്ചോണ്ടിങ്ങനെ ആടിക്കളിക്കുമോ? ഇല്ല. സ്മെല്ലുണ്ടോ? ഇല്ല. കണ്ണു ചുമന്നോ? ഇല്ല. കാര്യം എന്താ?
ഒരു ഹാപ്പിനെസ് ഉണ്ട്. ബാക്കി കാര്യം ഞാൻ പറയുന്നു. നാഷണൽ ടൈക്കോണ്ടോ സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. പൊതുവേദിയിൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യണം. അതിന്റെ ആഫ്റ്റർ എന്താണ്? അൾട്ടിമേറ്റ് ഒരു ഹാപ്പിനെസ്, ഒരു എക്സ്ട്രാ എനർജി. ദെൻ അത്ര മനസ്സിലാക്കാം. അപ്പോ എവിടെ വെച്ചിട്ടാണോ ഈ സാധനം ആര് ഉപയോഗിച്ചത്, 48 മണിക്കൂർ കഴിയുമ്പോൾ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ബ്രെയിൻ ഇങ്ങനെ ഡിയാക്റ്റീവ് ആവും. പിന്നെ അടുത്ത എന്താ, ആര് വഴിയാണ് ഇങ്ങോട്ട് ഈ മാഡം വന്ന ആരാ? ഞാനാണ് മാഡത്തെ വിളിച്ചത്. ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, വൈറ്റുക പ്രോഗ്രാം, നല്ല പ്രോഗ്രാമാണ്, മെഡിറ്റേഷൻ സ്റ്റിമുലേഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുവന്ന മാഡമൊക്കെ കഴിഞ്ഞ് മാഡം പോയി, ഞാനും പോയി, എല്ലാവരും പോയി. നല്ല സദസ്സാണ്, നല്ല വാല്യൂ ഉള്ള കുറെ ഫ്രണ്ട്ഷിപ്പാണ്, നല്ല സ്പീച്ചാണ്. 48 മണിക്കൂർ കഴിയുമ്പോ നോക്ക്, ഈ 48 മണിക്കൂർ ഈ സ്റ്റിമുലേറ്റ് ചെയ്ത ബ്രെയിൻ ഇല്ലേ, ആക്റ്റീവായ ബ്രെയിൻ എന്ത് ചെയ്യും, ഡിആക്റ്റീവ് ആവും. അപ്പൊ അടുത്ത ചോദ്യം എന്താ, എന്നെ വിളിക്കാം, ഫിലിപ്പെ എവിടെയുള്ളത്, നമുക്കൊന്ന് പോകാം, നമുക്ക് ഓഡിറ്റോറിയത്തിൽ ഒന്ന് പോകാം, നല്ല സ്പീച്ചായിരുന്നു, നല്ല അവിടുത്തെ കളർ, അവിടുത്തെ നിറം, അവിടുത്തെ ആ രീതി, എവരിതിങ് നല്ലതാണ്, പ്ലീസ് പോകാന്ന് പറയും. കാര്യം എന്താ, 48 മണിക്കൂറിനുള്ളിൽ ഈ ബ്രെയിൻ വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടണം. 3000 to 6000 ഈ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടണം. ചെറിയ കാര്യമല്ല. അത്രയും സ്റ്റിമുലേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു പദാർത്ഥമുള്ളൂ, തലേ ദിവസം അറിയാതെ വയറ്റിലേക്ക് ചെന്ന ഈ പദാർത്ഥം. പക്ഷെ ആ പദാർത്ഥമാണെന്ന് മാഡം അറിയണില്ല. മാഡം എങ്ങനെ അറിയണത്? എങ്ങനെ അറിയണത്? ഇവിടുത്തെ ക്ലാസ്സും ഇവിടുത്തെ ഈ സ്പീച്ചും ഇവിടുത്തെ അന്തരീക്ഷം മാത്രമാണ് മനസ്സിൽ നിൽക്കണേ. അതാണ് സ്വാധീനിച്ചെന്നാ കരുതുന്നത്. അപ്പൊ 1 time 2 3 ടൈംസിന് ശേഷമാണ് പല കുട്ടികൾക്കും മനസ്സിലാകുക അസ്വാഭാവികമായ എന്തോ ഈ പറയുന്ന ലഹരി പദാർത്ഥം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇന്നയാളുടെ പ്രസൻസിൽ എന്ന് മനസ്സിലാവും. അപ്പോഴേക്കും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലേക്ക് കാലങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ടത്, അപരിചിതരുടെ ഉള്ള സഹവാസങ്ങള്, യാത്രകള്, എക്സ്കർഷൻ ടൂറുകള്, ഈ പറയുന്ന നൈറ്റ് ക്ലബുകള്, ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം മാക്സിമം ഒരു ഉൾവലിയൽ നടത്തുന്ന ഏറ്റവും ബെറ്റർ ആവും എന്ന് മാത്രമേ അവസരത്തിൽ പറയാനുള്ളത്. 99% 100% ഈ പറയുന്ന സൈക്കോട്രോപ്പി സബ്സ്റ്റൻസുകൾ മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് ഈ പറയുന്ന അതർ സ്റ്റേറ്റുകള്, യാത്രകള്, നൈറ്റ് ക്ലബുകള്, ഈ പറയുന്ന ഈ കുളു മണാലി പോലെ യാത്രകൾക്കൊക്കെ വേണ്ടിയിട്ടാണ്, സൗഹൃദങ്ങളാണ്. ഇത്തരത്തിലുള്ള ചതിക്കുഴി പോയി പെട്ടിട്ടുള്ള ആളുകൾ. വീട്ടിനകത്ത് നമുക്ക് മക്കളെ നോക്കാൻ പറ്റും, വീട്ടിനകത്ത് നമുക്ക് CCTV വെക്കാം, വീട് നല്ല ചെയ്യാൻ പറ്റും. പക്ഷെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മക്കളെ നോക്കാൻ ഒരു സംവിധാനമൊന്നും നിലവിലില്ല. അവിടെ എല്ലാം നമ്മുടെ പ്രാർത്ഥനയും അകക്കണ്ണും തിരിച്ചറിവും മാത്രം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. എസ്പെഷ്യലി കുട്ടികൾ ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാവണം എന്നുകൂടി അവസരത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയാം, മക്കളെ നിങ്ങൾ ആരെ സങ്കടപ്പെടുത്തിയാലും വീട്ടില് അച്ഛനെയും അമ്മയും ഒന്നും നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മക്കളെ ഓർത്ത് ഉരുകുന്ന 2 ജന്മങ്ങൾ ഉണ്ടെങ്കിൽ അത് അച്ഛനും അമ്മയാണ്. അത് പറഞ്ഞോണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കാരണം എൻ്റെ അച്ഛനൊന്നും ജീവിച്ചിരിപ്പില്ല. എൻ്റെ അച്ഛൻ കോട്ടയം ജില്ലയിൽ നിന്ന് കുടിയേറിയ നിലമ്പൂരിലേക്ക് പോയ ടാപ്പിൻ തൊഴിലാളിയായിരുന്നു. ഞാൻ അവസാനം ഈ 3 വർഷം മുമ്പ് ചെറുപ്പളശ്ശേരി ക്ലാസ് എടുക്കാൻ പോകുമ്പോഴാണ് എൻ്റെ അമ്മ രാവിലെ വന്നിട്ട് പറഞ്ഞു, മോനെ ഇന്നലെ അപ്പം കിടന്നുറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അടുത്ത് എന്ന് ചോദിച്ചു, എന്താ പറ്റി അപ്പം എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ വേനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ പിടിച്ച് ഞെക്കി, ഇങ്ങനെ ഇവിടെ ഞെക്കിയപ്പോൾ ഇവിടെ അല്ല മക്കളെ എവിടെയാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവിടെ ഞെക്കി, ഇങ്ങനെ ഇവിടെ ഞെക്കിയപ്പോൾ മക്കളെ അവിടെ അല്ലാതെ ഇവിടെയാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവിടെ ഞെക്കിയപ്പോൾ അടുത്ത അപ്പം പറഞ്ഞ വർത്താനാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ഒന്ന് ഉറപ്പിച്ച് പറ, എനിക്ക് സമയം പോകുന്നുണ്ട്, കൊണ്ടുപോകണ വേണേ പറയാന്ന് പറഞ്ഞു. കൊണ്ടുപോകണ വേണേ പറയാന്ന് ചോദിച്ചു. അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട്, കുഴപ്പമില്ല മക്കളെ നീ പോയി വന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയെല്ലാം സ്പീഡിൽ വിട്ടു. കലക്ടർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അവിടെ ഒരു ഐഡിയൽ കോളേജ് പരിപാടി പങ്കെടുത്തു. ആ സെക്ഷൻ കഴിഞ്ഞു. അടുത്ത സെക്ഷൻ എടപ്പാളുകാർ വന്ന് കാത്തിരിക്കുന്നുണ്ട്. അവരെ കൂടെ വീണ്ടും ഞാൻ വണ്ടി കയറി, മൊബൈൽ സൈലന്റിലാണ് പോയി. ആ പരിപാടിയും കഴിഞ്ഞ് വൈകുന്നേരം അവിടുത്തെ ഭക്ഷണവും കഴിച്ച് തിരിച്ച് വണ്ടി കയറിയപ്പോൾ എനിക്ക് തോന്നി 4-6 മണിക്കൂറായാലും കോളുകളൊന്നും വരുന്നില്ല. വെറുതെ മൊബൈൽ എടുക്കലും മൊബൈൽ ലൈറ്റ് കത്തുന്നുണ്ട്. മൊബൈൽ നോക്കിയപ്പോൾ എൻ്റെ അയൽവാസിയാണ്. പുള്ളി പറയാം, എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ, ഫോൺ എടുക്കണ്ടേ ഫിലിപ്പേട്ടാ, എത്ര വട്ടങ്ങളെ വിളിക്കണേ ചോദിച്ചു. എന്ത് പറ്റണം ചോദിച്ചു. ഒന്നുമില്ല, ഞങ്ങൾ അച്ഛനെ വയ്യാത്തോണ്ടാണ് പറഞ്ഞിട്ട് ഇവൻ പെട്ടെന്ന് സങ്കടം വന്നവന്. അപ്പൊ ഞാൻ മൊബൈൽ നോക്കുമ്പോൾ എൻ്റെ അമ്മയുടെ 54 കോളുണ്ട്. എൻ്റെ അമ്മയുടെ, എൻ്റെ പെങ്ങളെ വിളിച്ചിട്ടുണ്ട്, എല്ലാവരും വിളിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി എങ്ങനെ വിട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ സീൻ എൻ്റെ മനസ്സൊന്ന് വാനിഷാണ്. വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ കുറേ ആൾക്കാരുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഇങ്ങനെ വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി ഓടി മുറിക്കകത്ത് കയറിയപ്പം അച്ഛനാ കട്ടില്, രാവിലെ ഞാൻ അതേ ഇരുന്ന കട്ടില് അച്ഛനെ കിടക്കുന്നത് അതേ സ്ഥലത്ത് അമ്മയെ ഇരിക്കുന്നുണ്ട്. അമ്മയുടെ കാലിലും കയ്യിലെല്ലാം ചോരയുണ്ട്. കാർഡിയോ അറസ്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞ വാക്കൊന്നും അവൻ്റെ മനസ്സിലുണ്ട്, കൊണ്ടുപോകണ വേണേ പറയാന്ന്. എല്ലാ മക്കളോടും ഞാൻ പറയാം, നമ്മുടെയൊക്കെ അച്ഛനും അമ്മമാരൊക്കെ ചില കുഞ്ഞു കാര്യങ്ങൾ പറയുമ്പോൾ അതിന് നിങ്ങൾ തള്ളിക്കളയരുത്. ഞാൻ അച്ഛനോട് വെച്ച് കൊണ്ടുപോകണോ വേണേ പറയാന്ന്. 12 മണിയായപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, നീ അവനെ വിളിക്കുകയെന്ന് പറഞ്ഞു. അമ്മേനെ വിളിക്കാൻ തുടങ്ങി. എന്നിട്ട് അമ്മ പറഞ്ഞു, വേറെ ആരെങ്കിലും വിളിക്കാൻ നമുക്കെന്ന് പറഞ്ഞു. വേണ്ട അവൻ വരാതെ ഞാൻ വരുന്നില്ല, അവന് കുറേ ഡോക്ടർമാരെ പരിചയമുണ്ട് മോന്, അവൻ വന്നെന്നെ കൊണ്ടുപോയാലും നന്നായിട്ട് നോക്കും ഡോക്ടർമാരെന്ന് പറഞ്ഞു. അപ്പം എന്നിലൊരു വിശ്വാസം അർപ്പിച്ച് എൻ്റെ അച്ഛൻ അങ്ങനെ ഏകദേശം
7-7:15 മണിയായ 6:15 മണിയായപ്പോൾ അച്ഛൻ മരിച്ചുപോയി. അത് പറയാൻ കാരണം അതിനുശേഷം ഫ്യൂണറൽ കഴിഞ്ഞു, സെമിത്തേരിയിൽ പോയി. ഒരു 9 മണി മുതൽ 11 മണി വരെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ വ്യക്തിയാണ്. ജീവിതത്തിൽ ഇന്നും പള്ളിയിൽ പോകുമ്പോൾ ഞായറാഴ്ചയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ അച്ഛൻ്റെ കല്ലറയിൽ പോകും. എല്ലാ ക്ലാസ്സുകളിലും ഞാൻ എൻ്റെ അപ്പനെക്കുറിച്ച് പറയാറുണ്ട്, ഓർക്കണമെന്ന് പറയും. നിങ്ങളൊക്കെ എൻ്റെ ആജ്ഞയിൽ അപേക്ഷയാണ്, നമ്മുടെയൊക്കെ അച്ഛന്മാരെ, നമ്മുടെയൊക്കെ ഉപ്പമാരെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. നിങ്ങളുടെ മഹാവിജയങ്ങൾക്ക് മുമ്പിൽ സന്തോഷിക്കുന്ന ഒരുവന് ഈ മണ്ണിലുണ്ടെങ്കിൽ അത് ഉപ്പയാണ്. നിങ്ങൾ ഈ ഉപ്പമാരെ അച്ഛന്മാരെയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് വിഡ്ഢിയാക്കാൻ പറ്റും, ഒന്ന് പരിഹസിച്ചാൽ മതി. അവരെ നിങ്ങൾക്ക് കൊന്നുകളയാൻ പറ്റും വളരെ പെട്ടെന്ന്. ഏതെങ്കിലും ലഹരി പദാർത്ഥം ഉപയോഗിച്ച് അവരച്ഛനെ നമുക്ക് കൊന്നുകളയാൻ പറ്റും. അവരനുമതിയില്ലാതെ അവരുടെ സ്വപ്നങ്ങളെ നിങ്ങൾ തകർക്കരുത്. അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർ സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളൊക്കെ തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന ജന്മങ്ങളാണ് നമ്മുടെയൊക്കെ അമ്മമാർ, ഉമ്മമാർ. അവരെ സങ്കടപ്പെടുത്തരുത്. വിളമ്പി കൊടുത്ത് തനിക്ക് ചെയ്യാതെ വരുമ്പോൾ മക്കളെ, അമ്മയ്ക്കിത് ഇഷ്ടമല്ല മക്കളെ എന്ന് കള്ളം പറയുന്നവളാണ് അമ്മമാർ. അവരെ സങ്കടപ്പെടുത്തരുത്. തൊടിയിലെ വാടിക്കരഞ്ഞ ചെടികൾക്കും കരിയാപ്പിലും ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു കർഷകശ്രീ അവാർഡ് പോലും കിട്ടാത്ത മകളുടെ പേരാണ് അമ്മ. അവൾ അമ്മമാരെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. നമ്മുടെ വരവെന്ന് വൈകിയാൽ ഉമ്മറപ്പടിയിൽ മറ്റൊരു പ്രസവേനെ അനുഭവിക്കുന്നവളും അമ്മയാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. എല്ലാ ലൈറ്റുകളും അണച്ച് അവസാനത്തെ ലൈറ്റും കെടുത്തി വാതിലുകൾ കുറ്റിയിട്ട് സ്വന്തമായൊരു മുറി പോലും ഇല്ലാതെ ദൈവത്തിന്റെ മുമ്പിൽ പരാതിയും പരിവും ായി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുന്നവളുണ്ടെങ്കിൽ അവളും അമ്മയാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. എൻ്റെ നിന്റെയൊക്കെ വിഴുപ്പലക്കാൻ വിധിക്കപ്പെട്ട് ചൊട്ടിച്ചുളിഞ്ഞു പോയ ഒരു പഴന്തുണി കഷ്ണം വീട്ടിലുണ്ടെങ്കിൽ അതും അമ്മയാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. ഒടുവിൽ ഈ സാഗരം കളവഴിഞ്ഞു പോകുമ്പോൾ വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും, എൻ്റെ അമ്മയില്ലാത്ത വീട്, എൻ്റെ ഉമ്മയില്ലാത്ത വീട് വീടേയല്ല. ഞാൻ എത്ര വൈകി വീട്ടിൽ ചെന്നാലും അമ്മ കാർപോർച്ചിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ചേർത്തലയിൽ നിന്ന് വീട്ടിൽ ചെന്നപ്പോൾ 4-4:15 എൻ്റെ അമ്മ ഒരു ഭാവം കുഴഞ്ഞു പോയ അമ്മയാണ്. അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ല, പരസഹായം വേണം അമ്മയ്ക്ക്. വെറുതെല്ലവാരി എന്ന് പറയുന്ന മഴവിൽ മനോരമയിലെ ഷോയിൽ ഞാൻ ഫൈനൽ കണ്ടസ്റ്റൻസ് ആയിരുന്നു, ശ്വേതാമേനൻ ആഗ്രഹം ചെയ്ത പരിപാടി. ആ സമയത്ത് എൻ്റെ അമ്മയുടെ ഒരു ഭാഗം പാരലൈസായി പോകും. പക്ഷെ അമ്മ ഒരു ഭാഗം കുഴഞ്ഞതാണെങ്കിൽ അമ്മ കാണാത്ത സിനിമകളില്ല, അമ്മ പോകാത്ത ആരാധനകളില്ല, അമ്മ പോകാത്ത ബന്ധുമിത്രാദികളില്ല. എൻ്റെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റ് എൻ്റെ അമ്മയ്ക്കുള്ള സീറ്റാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടും സഹനവും അനുഭവിച്ചൊരു അമ്മയുടെ മകനാണ് ഞാൻ. ഇന്നമ്മയ്ക്ക് ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് നന്മയുള്ള നിമിഷങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്. പക്ഷേ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 4 മണിക്ക് വീട്ടിൽ പോയി കയറുമ്പോൾ ആ കാർ പോർച്ചിൽ അമ്മ കൃത്യമായിട്ട് ലൈറ്റ് ഇടും. വണ്ടിയിൽ നിന്ന് പതുക്കെ മിണ്ടാതിറങ്ങിയാലും അമ്മ ഉണരണ്ടാതെ ഇറങ്ങി വന്നാലും ആ കാർ പോർച്ചിൽ ലൈറ്റ് കിടും. സിറ്റോട്ടിൽ കയറുമ്പോൾ സിറ്റോട്ടിൽ ലൈറ്റ് കത്തും. ഇത് എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തെ കൃത്യമായിട്ട് ഇങ്ങനെ കത്തുകയും അണയുകയുള്ളൂ. എന്നവൾ ഈ മണ്ണിൽ നിന്ന് മാഞ്ഞു പോകുന്നു അന്ന് ആ ലൈറ്റുകൾ കൃത്യമായി പ്രകാശിക്കും. ഇങ്ങനെയാണ് ഓരോ അമ്മമാരും ഓരോ ഉപ്പമാരും. അവരെ കാണാൻ, കേൾക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു നല്ല ജീവിതമാകട്ടെ ഏറ്റവും വലിയ ലഹരി. അതിനാവട്ടെ നിങ്ങളുടെയൊക്കെ മനസ്സും ശരീരവും ഒന്നാവേണ്ടത്. ഇവിടെ മെമ്മൻ്റോ വാങ്ങാൻ പിരിക്കുന്ന മക്കളെ നിങ്ങളൊക്കെ ഒരുക്കിയ നിങ്ങളുടെ മാതാപിതാക്കളാണ്. നന്ദിയും കടപ്പാടും എന്നും ഓർക്കണ്ടാവട്ടെ. പഠിച്ചു വളരുമ്പോൾ നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം മുടക്കമില്ലാത്തവർക്ക് നിങ്ങൾ കൊടുക്കണം എന്നതിൻ്റെ അഭ്യർത്ഥനയാണ്. ഇന്ന് ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന ഞാൻ തൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഈ പൈസ ഏകദേശം 3 കോടി രൂപയുടെ അടുത്ത് ഒരു ഫണ്ട് സമാഹരണം നടത്തി ടാക്സ് അടയ്ക്കുന്ന ഇതാണ്. എവിടെയും ഞാൻ അക്കൗണ്ട് വഴിയേ പൈസ വാങ്ങുള്ളൂ. 2027 എൻ്റെ അമ്മയുടെ പേരിൽ മലപ്പുറത്ത് തീർത്തും സൗജന്യമായിട്ട് ഒരു റിഹാബിലിറ്റേഷൻ സെൻറ്റർ ഉണ്ടാക്കുക എന്നാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അതിനായി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ ടീം റെസ്ക്യൂ ടീമംഗങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ സാരഥികൾക്കും, എസ്പെഷ്യലി ഇവിടുത്തെ നമ്മളെ കൗൺസിലേഴ്സ്, അവരെല്ലാം ഒരുപാട് തിരക്കുള്ളവർ എത്രയും നേരം ഇരുന്നു. അവരുടെയൊക്കെ വിലയും സമയവും ഒക്കെ മൊബൈലിലേക്ക് ഞാൻ കൊടുത്തു. എനിക്കൊന്നും സ്വന്തമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. അത്യാവശ്യം വീട്ടിൽ ഫിനാൻഷ്യലി ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തിയാണ് ഞാൻ ഇപ്പം നിലവിൽ. അതുകൊണ്ട് സമൂഹത്തിനകത്ത് പ്രവൃത്തിയെടുക്കുമ്പോൾ സുതാര്യമായിരിക്കണം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെയും സ്നേഹവും സുതാര്യതയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷണിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് ടീം റെസ്ക്യൂവിൻ്റെ മുഴുവൻ സാരഥികളോടും സ്നേഹത്തോടു കൂടി നിങ്ങളെല്ലാം ഓർക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെ അമ്മയെ കൂടെ ഉൾപ്പെടുത്തുക. താങ്ക് യു എവരിബഡി ഓൾ ഓഫ് യു.